സെറ്റ്സിന്റെ പാർട്ട് 4ലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പാർട്ട് 3 നാം മനസ്സിലാക്കിയത് ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് പാർട്ട് 4 തുടങ്ങുന്നത്. അതിനുശേഷം ഇതിലുള്ള എല്ലാ മോഡൽ പ്രോബ്ലംസും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ സെറ്റ്സ് എന്നുള്ള ഒരു ടോപ്പിക്കോട് കൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോ അതിലെ 12th ക്വസ്റ്റ്യൻ, സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ 12th ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ യൂണിയൻ ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ്. ഇനി പറയുന്ന പെയർസ് ഓഫ് സെറ്റ്സിന്റെ യൂണിയൻ കാണാനാ പറയുന്നത്. എടാ ഇവിടെ എ എന്നുള്ള സെറ്റ് 1 3 5, ബി എന്ന് പറഞ്ഞാൽ 2 1 2 3 ആണെങ്കിൽ നിങ്ങളോട് ചോദിച്ചത് എ യൂണിയൻ ബി. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 12th ക്വസ്റ്റ്യനിലെ 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എ യൂണിയൻ ബി കാണാൻ പറഞ്ഞു. എ യൂണിയൻ ബി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലുള്ള എല്ലാ എലമെന്റ്സിനെയും നിരത്തി അങ്ങോട്ട് എഴുതുന്ന പരിപാടിനെ പറയുന്ന പേരാണ് എ യൂണിയൻ ബി. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇനി ഇവിടെ 1ഉം 3ഉം പിന്നെയും ഉണ്ട്. അത് പിന്നെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ പിന്നെ എഴുതണ്ട. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? 5 മാത്രമേ ഉള്ളൂ. ഇതാണ് എ യൂണിയൻ ബി. ഇതുപോലെ അതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. എ എന്ന് പറഞ്ഞാൽ എ ഇ ഐ ഒ യു. ബി എന്നുള്ള സെറ്റിലുള്ള എലമെന്റ്സ് എ ബി സി ആണെങ്കിൽ നിങ്ങളോട് കാണാൻ പറഞ്ഞത് എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി എന്ന് പറയുന്ന സമയത്ത് ഇതിലുള്ള എല്ലാ എലമെന്റ്സിനും നിരത്തി എഴുതാം. ആ നിരത്തി എഴുതുന്ന സമയത്ത് ഒരു ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം ഞാൻ എ ബി സി എഴുതാണ്. എ ബി സി എങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. സെറ്റ് അതായത് റോസ്റ്റർ ഫോമില് എഴുതുന്ന സമയത്ത് അതിന്റെ എലമെന്റ്സിന്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ആരെ ആദ്യം എഴുതിയാലും ആരെ അവസാനം എഴുതിയ എന്നുള്ളതൊന്നും എന്തല്ല റോസ്റ്റർ ഫോമിലെ ഒരു വിഷയമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു ഓർഡർ, ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഓർഡർ കീപ്പ് ചെയ്യാണ്. എ ബി സി. പിന്നെ എ ഇവിടെ ഓൾറെഡി എഴുതി. പിന്നെ ഇവിടെ ഉള്ള ഇ ഉണ്ട്, ഐ ഉണ്ട്, ഓ ഉണ്ട്, യു ഉണ്ട്. ഇതാണ് എ യൂണിയൻ ബിയിലുള്ള എലമെന്റ്സ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ പറയുന്നത് A is equal to set of all x such that x is a natural number and multiple of 3. ഇതിന്റെ ഉള്ളിലുള്ള എക്സുകളാണ്. ആ എക്സിന്റെ പ്രത്യേകത എന്താ? അതൊരു നാച്ചുറൽ നമ്പർ ആണ്, മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ഇതാണ് എ എന്നുള്ള സെറ്റ്. അപ്പൊ എ യൂണിയൻ ബി കാണണം. പക്ഷെ എ എന്നുള്ള സെറ്റ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് കാണാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് ആദ്യം അതിനെ ഒന്ന് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാം. എ എന്നുള്ള സെറ്റിൽ പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതാ? 3 6 9 12 എക്സെട്രാ. ഇങ്ങനെ ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് അല്ലേ കിട്ടുക. ഇനി ബി എന്നുള്ള സെറ്റിൽ എന്താ പറയുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. എക്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ് 6ന്റെ താഴെയുള്ളത്. അതായത് ഏതാടാ വരിക? 1 2 3 4 5 ഇത്രയും എലമെന്റ്സ് അല്ലേ വരിക. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബി കാണണം. എ യൂണിയൻ ബി എന്ന് പറയുന്ന സമയത്ത് ഇതിലുള്ള എല്ലാ എലമെന്റ്സിനും നേരത്തെ എഴുതുന്ന പരിപാടിയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ എല്ലാവരും എഴുതുന്ന സമയത്ത് ആദ്യം ഒരു ഓർഡറിന് വേണ്ടിയിട്ട് ഇത് എഴുതാണ്. 1 2 3 4 5. അപ്പൊ 3 ഓൾറെഡി എഴുതി. ഇനി 6 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്. അപ്പൊ ഈ 6 കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 7 ഇല്ലല്ലോ. 9 12. അപ്പൊ അതിന്റെ ഒരു എന്താണ് സീക്വൻസിന്റെ പോക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 എലമെന്റ്സ്, അതായത് ഈ 6 കഴിഞ്ഞതിന് ശേഷം അതിന്റെ ട്രെൻഡ് മാറാണ്. അപ്പൊ ട്രെൻഡ് മാറി ഒരു 3 എലമെന്റ്സ് ചെയ്താൽ എന്നാലേ ബാക്കിയുള്ള എലമെന്റ്സിനെ നമുക്ക് അസ്യൂം ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് 9 12 ഒരു എലമെന്റിനെയും കൂടി എഴുതി കൊടുക്കുക, 15 എക്സെട്രാ. ഇതാണ് എ യൂണിയൻ ബി. ഇനി 4th ക്വസ്റ്റ്യനിലേക്ക് നോക്ക്. എ is equal to set of all x such that ഇതിന്റെ ഉള്ളിലൊക്കെ എക്സുകളാണ്. x is a natural number and 1 less than x less than 6. ഇവിടെ എ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു എക്സ്. എ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇതിനുള്ള എക്സുകളാണ്. ആ എക്സിന്റെ പ്രത്യേകത എന്താ? അതൊരു നാച്ചുറൽ നമ്പർ ആണ്. ഏതിന്റെ അടിയിലുള്ളത്? 1ന്റെയും 6ന്റെയും ഇടയിലുള്ള നാച്ചുറൽ നമ്പർ. പക്ഷെ 1 ഉൾപ്പെടൂല, 6ഉം ഉൾപ്പെടൂല. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള എലമെന്റ്സ് ആരായിരിക്കും? 2 ഉണ്ടാകും, 3 4 5. ഇത്രയും എലമെന്റ്സ് അല്ലടാ എ എന്നുള്ള സെറ്റിൽ ഉണ്ടാകുക. ഇതുപോലെ തന്നെ ബി എന്നുള്ള സെറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇതിന്റെ ഉള്ളിലൊക്കെ എക്സുകളാണ്. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. അതൊരു നാച്ചുറൽ നമ്പർ ആണ്. പിന്നെന്താണ് പ്രത്യേകത? അത് 6ന്റെയും 10ന്റെയും ഇടക്കുള്ള നമ്പർ ആണ് എന്നാ പറയുന്നത്. 6ന്റെയും 10ന്റെയും ഇടക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതാ? 7 8 9. ഇങ്ങനെയല്ലടാ വരിക. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ചോദിച്ചത് എ യൂണിയൻ ബി ആണ്. ഇതിലുള്ള എല്ലാ എലമെന്റ്സിനും നേരത്തെ എഴുതുന്ന സമയത്ത്
2 3 4 5 പിന്നെ ഏതാണുള്ളത് 7 8 9 ഇതല്ലേ എ യൂണിയൻ ബി വരാം. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ, എ എന്നുള്ള സെറ്റ് അത് 1 2 3 ആണ്, ബി എന്നുള്ള സെറ്റ് 5 ആണ്. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബി ആ ചോദിച്ചത്. എടാ എ യൂണിയൻ ബി കാണുമ്പോ എ എന്നുള്ള സെറ്റ് എന്താ 1 2 3 യൂണിയൻ 5 എന്നുള്ള സെറ്റ് എന്താ, അത് എം ടി സെറ്റ് അല്ലേ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ എലമെന്റ്സിനെയും നിരത്തി എഴുതുന്ന സമയത്ത് എന്താണ് കിട്ടുക 1 2 3. പിന്നെ ഇതിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പൊ പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. അതായത് എ യൂണിയൻ ബി സികൾക്ക് എന്തെന്നെ കിട്ടുക 1 2 3 തന്നെ കിട്ടുക, അതായത് എ തന്നെ കിട്ടുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഏത് സെറ്റിനെയും 5 യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് തന്നെയാണ് കിട്ടുക. അതായത് എ യൂണിയൻ 5 ചെയ്ത് കഴിഞ്ഞാൽ എന്താ എ തന്നെയല്ലേ കിട്ടുക. ഇതിന്റെ ഉള്ളിൽ നേരത്തെ എഴുതാൻ എലമെന്റ്സ് ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ എയിലുള്ള എലമെന്റ്സ് മാത്രമേ അതിന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എ യൂണിയൻ 5 ഈക്വൽ ടു എ. അതിന്റെ പ്രോപ്പർട്ടി പറഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് 13th ക്വസ്റ്റ്യൻ. If A and B are two sets such that A subset of B, then find A union B. Then find A union B. എടാ ഇതിൽ പറയുന്ന കാര്യം എ യൂണിയൻ ബി കാണാനാ ചോദിച്ചത്. പറഞ്ഞ കാര്യം എന്താ, എ സബ്സെറ്റ് ഓഫ് ബി. എന്താ ഈ സബ്സെറ്റ് എന്നുള്ളതിന്റെ മീനിങ്? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെന്റ്സും ഏതിലുണ്ട്, ബിയിലുണ്ട് എന്നല്ലേ അതിനർത്ഥം. അങ്ങനെയെങ്കിൽ ഇത് സബ്സെറ്റിന് ഇത് വെൻ ഡയഗ്രം കോൺസെപ്റ്റ് പ്രകാരം ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അതായത് വെൻ ഡയഗ്രത്തിൽ ഞാൻ എ സബ്സെറ്റ് ഓഫ് ബി എന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. എന്താണ് അതിനർത്ഥം, എയിലുള്ള എല്ലാ ആൾക്കാരും ബിയിലുണ്ട്. വേറെ ഇതിൽ പറഞ്ഞാൽ എ എന്നുള്ള സെറ്റ് ബി എന്നുള്ള സെറ്റിന്റെ ഉള്ളിലാണ്. അതായത് എ എന്നുള്ള സർക്കിള് ബി എന്നുള്ള സർക്കിളിന്റെ ഉള്ളിലല്ലേ ഓരോ സബ്സെറ്റുകളെയും, അതായത് യൂണിവേഴ്സൽ സെറ്റിന്റെ ഉള്ളിലുള്ള സബ്സെറ്റുകളായ സാധാ സെറ്റുകളെ സാധാരണ സർക്കിൾസ് വെച്ചിട്ടല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി എന്നുള്ളതിന്റെ മീനിങ് ഇതാണ്. എ എന്നുള്ള സെറ്റ് ഇവിടെ ഏതോ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടെന്ന് എഴുതിക്കും. എ എന്നുള്ള സെറ്റ് ബി എന്നുള്ള സെറ്റിന്റെ ഉള്ളിലാണ് എന്നതിനർത്ഥം. ഇനി എ യൂണിയൻ ബി നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അതായത് സാധാ ഒരു ജനറൽ കേസ് എടുത്തു എഴുതിക്കോ. ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എ എന്നുള്ള സെറ്റ് ഇത് ബി എന്നുള്ള സെറ്റ് ഇതാണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ, ഈ എയിലും ബിയിലുള്ള എല്ലാ ആൾക്കാരും നിരത്തിയതാണ്. അതായത് എയും ബിയും നിൽക്കുന്ന എല്ലാ പോർഷനും പെടുന്ന ഭാഗമാണ് എന്ത്, എ യൂണിയൻ ബി. അതായത് എയും ബിയും നിൽക്കുന്ന ഫുൾ പോർഷൻ ഷെയ്ഡ് ചെയ്താൽ ആ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് എ യൂണിയൻ ബി. അങ്ങനെയെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ കേസിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും നിൽക്കുന്ന ഫുൾ പോർഷൻ ഷെയ്ഡ് ചെയ്യാം. ഇവർ നിൽക്കുന്ന ഫുൾ പോർഷനായിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ ഏതാ, അത് ഈ ബി എന്നുള്ള സർക്കിൾ ഫുൾ ആയിട്ട് ഷെയ്ഡ് ചെയ്ത പോലെ അല്ലേ. അങ്ങനെയെങ്കിൽ ഈ ഒരു കേസിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അത് ബി ആയിരിക്കും. ഏതായാലും ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കാരണം ഒരു ചെറിയ സംഗതി കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങളോട് പറഞ്ഞു എ സബ്സെറ്റ് ഓഫ് ബി ആണ്, എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അങ്ങനെയെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാം? സാധാരണ ജനറൽ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ റീജിയനെ പറയുന്ന പേരല്ലേ ഇന്റർസെക്ഷൻ. അപ്പൊ എ എന്നുള്ള സെറ്റ് ഇവിടെ ബി എന്നുള്ള സെറ്റ് ഇവിടെ, ഇതിലുള്ള എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള പോർഷൻ ഏതാ, ഈ കോമൺ റീജിയൻ അല്ലേ. അങ്ങനെയെങ്കിൽ ഈ കേസിൽ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി എന്നുള്ള സർക്കിളിന്റെ ഉള്ളിലാണ് എ എന്നുള്ള സർക്കിൾ. അങ്ങനെയെങ്കിൽ ഇതിന് നിങ്ങളോട് എ ഇന്റർസെക്ഷൻ ബി ആ ചോദിച്ചത്. അതായത് എവിടെ ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞു, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗം ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വലിയ സർക്കിളിലും ഈ ചെറിയ സർക്കിളിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗം ഏതാ, അത് ഈ ചെറിയ സർക്കിൾ അല്ലടാ. ഈ ചെറിയ സർക്കിളിന്റെ പോർഷൻ ഏതിലുണ്ട്, ബി എന്നുള്ള സെറ്റിലുണ്ട് എ എന്നുള്ള സെറ്റിലുണ്ട്. അതായത് കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എ എന്നുള്ള സെറ്റ് മുഴുവനായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എ ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14. If A is equal to set 1 2 3 4, B is equal to set 3 4 5 6 and C is equal to 5 6 7 8, then verify that A union B intersection C is equal to A union B intersection A union C. നിങ്ങൾ പഠിച്ച ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ടല്ലോ, അത് ഈ എക്സാമ്പിളിൽ പ്രൂവ് ചെയ്യാനാ പറഞ്ഞു. ജനറൽ പ്രൂഫ് അല്ല ആവശ്യം, ഈ എക്സാമ്പിളിൽ പ്രൂവ് ചെയ്യാൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്.
ഇങ്ങനെ സെറ്റിൽ നിന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ശരിക്കും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആക്കുക എന്നതല്ലേ മെയിൻ ലക്ഷ്യം. പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ. പ്രൂവ് ചെയ്യാൻ 3 മെത്തേഡാണ് ഉള്ളത്. ഒന്നാമത്തെ മെത്തേഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തിക്കാം. രണ്ടാമത്തെ മെത്തേഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് തുടങ്ങുക എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തിക്കുക. ഈ 2 മെത്തേഡുമാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അതായത് എപ്പോഴും ഉപയോഗിക്കുന്ന 2 മെത്തേഡ്. ഇനി ഈ 2 മെത്തേഡുകള് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട എന്താ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാണാം എന്നിട്ട് അതിനെ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാം. എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് കാണാം, അതിനെയും ഇതേ, അതായത് ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് കിട്ടുന്ന അതേ റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണെന്നാണ്. ആ 3ാമത്തെ മെത്തേഡാണ് ഈ സെറ്റ്സിലുള്ള ഏത് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ വന്നാലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാണാം, ഇതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡും കാണാം. അത് രണ്ടും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സെറ്റ് സെയിം ആണെങ്കിൽ അത് ഈക്വൽ ആണെന്നാണ് അതിനർത്ഥം. അപ്പോ ഇവിടെ ഞാൻ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാണണം. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. ഈ ബ്രാക്കറ്റിന്റെ അർത്ഥം എന്താ, ആദ്യം ബിയും സിയും ഇന്റർസെക്ഷൻ എടുക്കണം എന്നല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് കണ്ടു. എടാ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താ, ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഞാൻ തൽക്കാലം അതിനൊന്ന് വേണമെങ്കിൽ എടുത്ത് എഴുതി കാണിക്കാണ്. 3 4 5 6 ഇതാണ് സി ബി എന്നുള്ള സെറ്റ്. ഇന്റർസെക്ഷൻ സി എന്നുള്ള സെറ്റ് എന്താ, 5 6 7 8. അങ്ങനെയാണെങ്കിൽ പറയടാ ഇതിലുള്ള കോമൺ എലമെന്റ്സ് ഏതാ, 5ഉം 6ഉം അല്ലേ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ 5,6 എന്നാണ്. ഇനി ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാണാൻ പോവാണ്. എൽ എച്ച് എസ് എന്താ, എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. എ എന്നുള്ള സെറ്റ് ഏതാ, 1 2 3 4 യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്നുള്ള സെറ്റ് ഏതാ, 5 6. അങ്ങനെയാണെങ്കിൽ ഇവരെ തമ്മിൽ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്താ കിട്ടുക, 1 2 3 4 5 6 ഇങ്ങനെയാണ്. ഇനി ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എനിക്ക് കാണും. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ, എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് ആദ്യം ഞാൻ എ യൂണിയൻ ബിനെയും കാണാണ്, എ യൂണിയൻ സിനെയും കാണാണ്. എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് കാണുന്ന സമയത്ത് അത് തമ്മിൽ ഇന്റർസെക്ഷൻ എടുക്കാം. അപ്പൊ ഈ ബ്രാക്കറ്റിന്റെ അർത്ഥം ആദ്യം ഇത് കാണണം പിന്നെ ഇത് കാണണം എന്നല്ലേ ഇതിനർത്ഥം. അതുകൊണ്ട് ഞാൻ ആദ്യം എ യൂണിയൻ ബി എന്ന് കാണാണ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ, വേണമെങ്കിൽ സെറ്റ് എടുത്ത് ചെയ്തോ, എ എന്നുള്ള സെറ്റ് യൂണിയൻ ബി എന്നുള്ള സെറ്റ് ഇവിടെ ഞാൻ എടുത്ത് എഴുതിയില്ലേ, അതേപോലെ വേണമെങ്കിൽ എടുത്ത് എഴുതാം, നിർബന്ധമൊന്നുമില്ല. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലുള്ള എല്ലാ എലമെന്റ്സിനെയും നേരത്തെ എഴുതുന്ന പരിപാടിയല്ലേ എ യൂണിയൻ ബി. അങ്ങനെയെങ്കിൽ എയിലും ബിയിലുള്ള എലമെന്റ്സ് ഏതാ, എയിലുള്ള എലമെന്റ്സ് 1 2 3 4, പിന്നെ ബിയിലുള്ള എലമെന്റ്സ് 3 4 5 6. പക്ഷെ 3ഉം 4ഉം ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, 5ഉം 6ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത ഇവിടെ എ യൂണിയൻ സി കാണണം. അതിനർത്ഥം എയിലും സിയിലുള്ള എല്ലാ എലമെന്റ്സിനും എടുത്ത് എഴുതാം. എയിലുള്ള എലമെന്റ്സ് ഏതാ, അത് 1 2 3 4. പിന്നെ സിയിലുള്ള എലമെന്റ്സ് ഏതാ, അത് 5 6 7 8. ഇനി ചെയ്യേണ്ട കാര്യം റൈറ്റ് ഹാൻഡ് സൈഡ് കാണലാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് പറയുന്നത് എന്താണ്, എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി എന്നാണ്. അതായത് എ യൂണിയൻ ബിയിലും എ യൂണിയൻ സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന് എടുത്ത് എഴുതാം. ഇടത്തിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതാ, 1 2 3 4 5 6 ഉണ്ടോ. ഇതിന് 1 2 3 4 5 6 കോമൺ അല്ലേ. അങ്ങനെയെങ്കിൽ സെറ്റ് 1 2 3 4 5 6 ഇങ്ങനെയാണ് റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ കിട്ടിയത്, അതേ സെറ്റിനല്ലേ കിട്ടിയത്. അപ്പൊ അതിനർത്ഥം എന്താണ്, ഹിയർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ നിങ്ങൾക്ക് പറയാം ഹെൻസ്, രണ്ടിനും കിട്ടിയ ആൻസർ സെയിം ആയത് കാരണം ഹെൻസ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഇങ്ങനെയാണ് അതിന്റെ ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15 പറയുന്നത്, ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ആൻഡ് വൈ ഈസ് ഈക്വൽ ടു സെറ്റ് എഫ് ബി ഡി ജി, then find. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ x മൈനസ് വൈ, y മൈനസ് എക്സ്, x ഇന്റർസെക്ഷൻ y. എടാ ആദ്യത്തെ ക്വസ്റ്റ്യൻ x മൈനസ് വൈ എന്ന് പറഞ്ഞാൽ x എന്താ ഇവിടെ, എ ബി സി ഡി മൈനസ് ഇതിലോ
വൈയില് എഫ് ബി ഡി ജി. അതായത് എ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എ മൈനസ് ബിയുടെ അർത്ഥം നമുക്ക് അറിഞ്ഞിരുന്നു. എങ്ങനെ? എയിൽ നിന്ന് ബിയിലുള്ള വല്ല എലമെന്റ്സും എയിലുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക, എന്നിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് മാത്രമേ ആ സെറ്റിൽ ഉണ്ടാവുള്ളൂ. അതിനെ തന്നെ വേറെ രൂപത്തിലും പറയാം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ഒഴിവാക്കുക. ദാറ്റ് ഈസ് എ മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്നും ഡെഫിനിഷൻ പഠിച്ചിട്ടില്ലേ? ഏത് രീതിയിലും ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് വൈയിലുള്ള വല്ല എലമെന്റ്സ് ഇതിലുണ്ടെങ്കിൽ ഒഴിവാക്കുക. വൈയിലുള്ള ഏതെങ്കിലും എലമെന്റ് ഇതിലുണ്ടോ? ബി ഉണ്ട്, പിന്നെ ഡിയും ഉണ്ട്. ബിയും ഡിയിലും ഇതിലുള്ളതല്ലേ? അതായത് ശരിക്കും പറഞ്ഞാൽ എന്താ? എക്സിൽ നിന്ന് രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ഒഴിവാക്കാം. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ കിട്ടാം? പിന്നെ എയും സിയും മാത്രമല്ലേ ഇതിലുണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് ആൻസർ വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വൈ മൈനസ് എക്സ് ആണ്. വൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ വൈ എന്നുള്ള സെറ്റ് എഫ് ബി ഡി ജി മൈനസ് എക്സ് എന്ന് പറഞ്ഞാലോ എ ബി സി ഡി. ഇനി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതില് ഈ സെറ്റിൽ നിന്ന് രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ഒഴിവാക്കല്ലേ? ഏതന്നെയാണ്? ബിയും ഡിയും തന്നെ അല്ലേ? ബി എന്നുള്ള എലമെന്റും ഡി എന്നുള്ള എലമെന്റും സെയിം കോമൺ ആണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് എലമെന്റ്സിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കി ഉണ്ടാവുക എഫും ജിയും മാത്രല്ലേ. ഇനി ലാസ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കണം. തേർഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചെന്താ? എക്സ് ഇന്റർസെക്ഷൻ വൈ. ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതാ? ബിയും ഡിയും ആണെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ. ബി കോമ ഡി. അടുത്തത് 16th ക്വസ്റ്റ്യൻ പറയണത് if R is a set of all real numbers and Q is a set of all rational numbers, then what is R minus Q? R minus Q എന്താണ്? R എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ്, Q എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ്, Q എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ R മൈനസ് Q എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? റിയൽ നമ്പേഴ്സിൽ നിന്ന് റാഷണൽ നമ്പേഴ്സിനെ ഒഴിവാക്കുക. അങ്ങനെയെങ്കിൽ എന്താ കിട്ടുക എന്നാ ചോദിക്കുന്നത്. എടാ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് അല്ലെ? പിയും ക്യൂവും ഇന്റിജേഴ്സ് ആവണം. അത്തരം നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ആ റാഷണൽ നമ്പേഴ്സിൽ എന്തില്ല? √2, √3, √3.5 അങ്ങനത്തെ വാല്യൂസ് ഒന്നും ഇല്ല. അതിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ റാഷണൽ നമ്പേഴ്സിലേക്ക് ഇറാഷണൽ നമ്പേഴ്സ് കൂടെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് കിട്ടുന്ന നമ്പർ സിസ്റ്റത്തെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ കാര്യം നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. റാഷണൽ നമ്പേഴ്സിനെ Q എന്നാണ് ഡിനോട്ട് ചെയ്യുക, ഇറാഷണൽ നമ്പേഴ്സിനെ T എന്നാണ് ഡിനോട്ട് ചെയ്യുക, റിയൽ നമ്പേഴ്സിനെ R എന്നാണ് ഡിനോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ശരിക്ക് നമുക്ക് പറയുകയാണെങ്കിൽ, നമ്പർ സിസ്റ്റം പ്രകാരം പറയുകയാണെങ്കിൽ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? റാഷണൽ നമ്പേഴ്സിനെയും ഇറാഷണൽ നമ്പേഴ്സിനെയും കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്ന നമ്പർ സിസ്റ്റം. ഈ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്, അതായത് ഓപ്പറേഷൻസ് നമ്പേഴ്സ് ആണെങ്കിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് പ്ലസ് ആണ് ഉപയോഗിക്കുക. ഇനി സെറ്റ് ആണെന്നുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് യൂണിയൻ അല്ലേ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ R ഇസിക്കൽ ടു Q യൂണിയൻ T എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഇത് മനസ്സിലോർത്ത് വെക്കുക. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് യൂണിയൻ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ ഈ റിയൽ നമ്പേഴ്സിൽ നിന്ന് റാഷണൽ നമ്പേഴ്സിനാണ് ഒഴിവാക്കി കഴിഞ്ഞാൽ, റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും കൂട്ടിച്ചേർത്തതാണ് റിയൽ നമ്പർ. ഈ റിയൽ നമ്പറിൽ നിന്ന് റാഷണൽ നമ്പേഴ്സിനാണ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇറാഷണൽ നമ്പേഴ്സ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ആൻസർ ടി എന്നാണ്. ടി എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 17th ക്വസ്റ്റ്യൻ പറയുന്നത്, let u is equal to 1 2 3 etc up to 9, a is equal to 1 2 3 4, b is equal to 2 4 6 8, c is equal to 3 4 5 6, then find a complement, b complement, a union c all complement, a union b all complement, a complement all complement, b minus c all complement. എത്രയും വാല്യൂസ് കാണണം അല്ലേ? അപ്പൊ ആദ്യമായിട്ട് ഞാൻ a കോംപ്ലിമെന്റ് കാണാം. ഈ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ ഒഴിവാക്കിയാലാണ് എ കോംപ്ലിമെന്റ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4. യൂണിവേഴ്സൽ സെറ്റോ 1 മുതൽ 9 വരെയുള്ള എലമെന്റ്സ് ആണ്. 1 മുതൽ 9 വരെയുള്ള എലമെന്റ്സ് ആണ് യൂണിവേഴ്സൽ സെറ്റിലുള്ളത്. 1 മുതൽ 4 വരെ എ എന്നുള്ള സെറ്റിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ എന്നുള്ള സെറ്റിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഈ 1 മുതൽ 9 വരെയുള്ള എലമെന്റ്സിൽ നിന്ന് 1 മുതൽ 4 വരെയുള്ള എലമെന്റ്സിനെ ഒഴിവാക്കിയാൽ ബാക്കി ആരുണ്ടാവുക?
5 6 7 8 9. ഇതാണ് u മൈനസ് എ വരിക. ഇനി അടുത്തത് രണ്ടാമത്തത് ബി കോംപ്ലിമെന്റ് കാണണം. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി എന്നുള്ള സെറ്റിനെ ഒഴിവാക്കാണ്. ബി എന്നുള്ള സെറ്റ് ഏതാടാ? 2 4 6 8 ഈവൻ നമ്പേഴ്സ് അല്ലേ? 2 4 6 8 അതിലുണ്ട്. ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കിയാൽ പിന്നെ അതിൽ എന്താ ഉണ്ടാവുള്ളൂ? 1 3 5 7 9 ഇത്രയും എലമെന്റ്സ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇതാണ് ബി കോംപ്ലിമെന്റ് വരിക. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എ യൂണിയൻ സി ഓൾ കോംപ്ലിമെന്റ് കാണാൻ. ചിലവർ ഇതാണ് കാണുമ്പോഴേക്ക് ഡിമോർഗൻസിൽ എടുക്കും. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് നേരിട്ട് കണ്ടാൽ മതി. എ യൂണിയൻ സി ഓൾ കോംപ്ലിമെന്റ്. ആദ്യം നിങ്ങൾ എ യൂണിയൻ സിനെ കാണാം. എനും സിനും യൂണിയൻ എടുക്കുക. അതായത് ഏലും സിയിലുള്ള എല്ലാ എലമെന്റ്സിനും നിരത്തിയാണ്ട് എഴുതുന്ന സമയത്ത് ഇത് രണ്ട് യൂണിയൻ എടുക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരും 1 2 3 4. പിന്നെ ഇത് 3 4 ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് മാത്രം? 5 6. അങ്ങനെയെങ്കിൽ നിങ്ങളോട് കാണാൻ പറഞ്ഞത് എ യൂണിയൻ സിയുടെ ഓൾ കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ആ സെറ്റിനെ ഒഴിവാക്കുക എന്നല്ലേ? എ യു മൈനസ് എ യൂണിയൻ സി എന്ന അതിന്റെ മീനിങ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ 1 മുതൽ 9 വരെയുള്ള ആൾക്കാരാണ്. 1 മുതൽ 9 വരെയുള്ള ആൾക്കാരിൽ നിന്നും എ യൂണിയൻ സിനെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ 1 മുതൽ 6 വരെയുള്ള ആൾക്കാരെ ഒഴിവാക്കുക. അപ്പൊ പിന്നെ എന്തേ ബാക്കി ഉണ്ടാവുള്ളൂ? 7 8 9. ഇതാണ് എ യൂണിയൻ സി ഓൾ കോംപ്ലിമെന്റ് വരിക. ഇനി അടുത്തത് ചോദിക്കുന്നത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? നാലാമത്തെ ഐറ്റം അല്ലെ? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ എ യൂണിയൻ ബി ഒന്ന് കാണാം. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലും ബിയിലുള്ള ആൾക്കാരെ നേരത്തെ അങ്ങോട്ട് എഴുതാം. അപ്പൊ എന്ത് വരും? 1 2 3 4. പിന്നെ ബിയിലുള്ള ആൾക്കാർ 2 4 6 8 ആ. ഈ 2 4 ഇവിടെ ഉണ്ട്. പിന്നെ ഇല്ലാത്തത് ആര് മാത്രമാണ്? 6 8 മാത്രം. ഇനി അതിന് കോംപ്ലിമെന്റ് എടുക്കുന്ന സമയത്ത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ യൂണിയൻ ബി ആണ്. അതായത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 1 മുതൽ 9 വരെയുള്ള ആൾക്കാരാണ്. അതിൽ നിന്ന് 1 2 3 4 പിന്നെ 6 8 4 വരെയുള്ള ആൾക്കാരെയും പിന്നെ 6 8 ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആരാണ് അതിലുണ്ടാവുക? 5 ഉണ്ടാകും, 7 ഉണ്ടാകും, 9 ഉണ്ടാകും. ഈ 3 എലമെന്റ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. റെഡി? ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? എ കോംപ്ലിമെന്റിന്റെ ഓൾ കോംപ്ലിമെന്റ് എന്നാ. അതിന്റെ കോൺസെപ്റ്റ് നമുക്ക് അറിയാം. എ കോംപ്ലിമെന്റിന്റെ ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? യു മൈനസ് എ കോംപ്ലിമെന്റ് അല്ലെ? യൂണിവേഴ്സൽ സെറ്റിൽ എ കോംപ്ലിമെന്റ് ഒഴിവാക്കുക. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 5 6 7 8 9 ആണ്. അതായത് യൂണിവേഴ്സൽ സെറ്റ് ആയ 1 മുതൽ 9 വരെയുള്ള ആൾക്കാരിൽ നിന്ന് 5 മുതൽ 9 വരെയുള്ള ആൾക്കാരായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുള്ളൂ? 1 2 3 4 അല്ലേ ഉണ്ടാവുള്ളൂ. ഇതാണ് എ കോംപ്ലിമെന്റിന്റെ ഓൾ കോംപ്ലിമെന്റ്. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. എ കോംപ്ലിമെന്റിന്റെ ഓൾ കോംപ്ലിമെന്റ് എ എന്നാണ് പഠിച്ചിട്ടില്ലേ? എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ എന്ന് പഠിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റില് ഈ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എ കോംപ്ലിമെന്റിന്റെ ഓൾ കോംപ്ലിമെന്റ് എ ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 4 ആണ്. ഇങ്ങനെയും പറയാം. ഇനി അടുത്തത് ചോദിച്ച് ബി മൈനസ് സിയുടെ ഓൾ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ബി മൈനസ് സിയുടെ ഓൾ കോംപ്ലിമെന്റ് കാണാൻ ആദ്യം നിങ്ങൾ എന്തിനെ കാണാൻ അറിയോ? ബി മൈനസ് സിനെ കാണാൻ. ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് സിയിലുള്ള ആൾക്കാരെ ഒഴിവാക്കാം. അതായത് ബി എന്നുള്ള സെറ്റില് അതായത് 2 4 6 8 അതിൽ നിന്ന് സി എന്നുള്ള സെറ്റ് ഏതാടാ? 3 4 5 6. ഇതിലുള്ള എലമെന്റ്സിനെ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് വരും? ഇതിൽ ആരെ കോമൺ ഉള്ളത്? 4 കോമൺ ആണ് അല്ലെ? പിന്നെ 6ഉം കോമൺ ആണ്. അപ്പൊ 4ഉം 6ഉം കോമൺ ആണ്. 2ഉം 8ഉം ഇതിലില്ലല്ലോ. അതുകൊണ്ട് ഈ ബി എന്നുള്ള സെറ്റിൽ നിന്നും രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ഒഴിവാക്കാന്നല്ലേ മീനിങ്. അതായത് ഇവിടെ വരെ 2 8 എന്നാണ്. ഇനി നിങ്ങളോട് ചോദിച്ചത് ബി മൈനസ് സി ഓൾ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ അതിനർത്ഥം നിങ്ങൾക്ക് അറിയാം യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബി മൈനസ് സിനെ ഒഴിവാക്കാന്നാണ്.
യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ 1 മുതൽ 9 വരെയുള്ള ആൾക്കാരാണ്. അതിൽ നിന്ന് ബി മൈനസ് സിനെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ 2നെയും 8നെയും ഒഴിവാക്കുക. 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൽ നിന്ന് 2നെയും 8നെയും ഒഴിവാക്കിയാൽ പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? 1 3 4 5 6 7 9. ഇതാണ് ഇതിന്റെ ആൻസർ. സെറ്റ്സിലെ ലാസ്റ്റ് ടോപ്പിക് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ സെറ്റ്സ്. ഈ ടോപ്പിക്കില് ഒരു കുറച്ച് റിസൾട്ടുകൾ പഠിക്കാനുണ്ട്. അതിന് പുറമെ ഇതിൽ വരുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസിലൊക്കെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട 2 കാര്യങ്ങൾ. ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണെന്ന് മനസ്സിലാക്കുക. കാരണം യൂണിയന്റെ ഡെഫിനിഷൻ അറിയാലോ. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി എന്നാണ്. അങ്ങനെയെങ്കിൽ ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണെന്നും ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ആണെന്ന് ഓർത്തു വെക്കുക. കാരണം എ ഇന്റർസെക്ഷൻ ബിന്റെ ഡെഫിനിഷൻ എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. അപ്പൊ ഈ 2 കാര്യങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടായിക്കോട്ടെ. ഇനി ഇതിന് കുറച്ച് റിസൾട്ടുകൾ പഠിക്കാനുണ്ട്. ആദ്യമായിട്ട് പഠിക്കേണ്ടത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ യൂണിയൻ ബി കാണാൻ ഒരു ഫോർമുല പഠിക്കണം. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ യൂണിയൻ ബി, കാർഡിനാലിറ്റി, എ യൂണിയൻ ബിയുടെ കാർഡിനാലിറ്റി കാണണം. അതിന് ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതിനു മുമ്പ് ഞാൻ ചെറിയൊരു കോൺസെപ്റ്റ് പറയാണ്. നമ്മുടെ സാധാ വെണ്ടേക്കൽ ഞാൻ എടുത്തു. ഇതാണ് എ എന്നുള്ള സെറ്റ്, ഇതാണ് ബി എന്നുള്ള സെറ്റ്. അങ്ങനെയാണെങ്കിൽ എ ബി. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് എ യൂണിയൻ ബി എന്നുള്ള ഈ ഒരു പോർഷനിലെ ഈ ഫുള്ള് പോർഷനിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുത്തു. ഇവിടെയുള്ള എലമെന്റ്സ് ആണ് 1 2 3. ബി എന്നുള്ള സെറ്റിലുള്ള എലമെന്റ്സ് ആണ് 3 6 9. അതായത് എ എന്നുള്ള സെറ്റിൽ ആരൊക്കെയാണ്? 1 2 3. ബി എന്നുള്ള സെറ്റിൽ ആരൊക്കെയാണ്? 3 6 9. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ യൂണിയൻ ബി നിങ്ങളോട് ചോദിച്ചു എന്നല്ലേക്കോ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എത്ര? 3. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എത്ര? 3. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ 3 ആണ്. നമ്പർ ഇവിടെ ആണെങ്കിൽ 3 എന്നുള്ള നമ്പർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് 3 9 12 ഇങ്ങനെയും കൂടി കൊടുത്തു. 3 ഒരു 12 കൂടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 3, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1 2 3 4 അല്ലേ? 3 + 4 എത്ര? 7. ഇങ്ങനെയാണോ സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ ഞാൻ 3 എടുത്തു, 1 2 3. ഇനി ഇവിടെ ബി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എന്നുള്ളത് 4 എടുത്തപ്പോ എന്താ പ്രശ്നം ഉണ്ടായത്? 1 2 3 4. ഈ 3 എന്നുള്ള നമ്പറിനെ ഞാൻ എ എന്നുള്ള സെറ്റിലും ബി എന്നുള്ള സെറ്റിലും കൂട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യം കൂട്ടിയിട്ടുണ്ട്. ശരിക്കും എത്ര പ്രാവശ്യം കൂട്ടാൻ പാടുള്ളൂ? ഒരൊറ്റ പ്രാവശ്യത്തിലേക്ക് കൂട്ടാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ശരിക്കും 7 എലമെന്റ്സ് ഉണ്ടോ ഇതില്? ഇല്ല. 1 2 3 4 5 6. അപ്പൊ 6 എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ -1 ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ ആൻസർ കിട്ടുക. അതായത് എന്താ കാരണം? ഈ 3 എന്നുള്ള എലമെന്റിനെ എ എന്നുള്ള സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സും ബി എന്നുള്ള സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഈ ഇന്റർസെക്ഷനിലുള്ള എലമെന്റിനെ 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിലുള്ള ഒരു പ്രാവശ്യം, അതായത് അതിൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതായത് നമുക്ക് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരിക? 1 2 3 6 9. ഇങ്ങനെയല്ലേ? 9 12 ഇങ്ങനെയല്ലേ വരിക? അതായത് എ യൂണിയൻ ബിയിൽ എത്ര എലമെന്റ്സ് ശരിക്കുള്ളത്? ശരിക്കും 6 എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ ഇവിടെ -1 ചെയ്യണം. ഇനി ഇവിടെ 3ഉം 6 ഇവിടെ എ എന്നുള്ള സെറ്റിൽ ഇങ്ങനെയാണ് അവസ്ഥ ആയിരിക്കും. 1 2 3 6. ഇതാണ് എ എന്നുള്ള സെറ്റ്. ബി എന്നുള്ള സെറ്റ് 3 6 9 12. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ യൂണിയൻ ബി എന്താണ്? എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ 1 2 3 4 1 2 3 6 9 12 ഇങ്ങനെ തന്നെയാണ് എ യൂണിയൻ ബി വരിക. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി എന്താ? അത് 6 തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഞാൻ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ യൂണിയൻ ബി, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എയും നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബിയും വെച്ച് കാണുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി വെച്ച് കാണുന്ന സമയത്ത് എ എന്നുള്ള സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്താ? 1 2 3 4 പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി എത്ര? 1 2 3 4 8 ആ കിട്ടുക. പക്ഷെ 6 അല്ലേ ഉള്ളൂ. അപ്പൊ എന്താ അത്
അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാൻ കാരണം ഈ രണ്ട് എലമെന്റ്സിന് ഞാൻ രണ്ട് പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഉള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഇന്റർസെക്ഷൻ ബിയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഉണ്ടല്ലോ, അത് ഞാൻ രണ്ട് പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു പ്രാവശ്യം ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഒരു പ്രാവശ്യം ഒരു എ ഇന്റർസെക്ഷൻ ബി എന്ത് ചെയ്യണം, നിങ്ങൾ മൈനസ് ചെയ്യണം. അതായത് ഇവിടെ -2 ആണ് ചെയ്യേണ്ടത്. അപ്പൊ ആൻസർ 6 ആണ് കിട്ടുക. ഇതാണ് ഒന്നാമത്തെ ഫോർമുലയിൽ പറയുന്ന കോൺസെപ്റ്റ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി ഞാൻ വേറെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇതാണ് അതിന്റെ ആക്ച്വൽ കോൺസെപ്റ്റ്. ഇനി അപ്പൊ ഫോർമുല എങ്ങനെ പഠിച്ചു വെക്കുക, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് ഇതിന് പഠിക്കാനുള്ള ഫസ്റ്റ് ഫോർമുല. ഇനി അത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന പോലെ ചിന്തിക്കട്ടോ. അതായത് വെറുതെ ഒരു എക്സാമ്പിൾ, ഒരു രസത്തിന് വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ വെണ്ടേക്കരല്ലേ, ഞാൻ രണ്ട് പത്തിരികൾ കൺസിഡർ ചെയ്തു. 10, ഇതാണ് എ എന്നുള്ളൊരു പത്തിരി, ഇതാണ് ബി എന്നുള്ള ഒരു പത്തിരി. അങ്ങനെയെങ്കിൽ എ എന്നുള്ള ഒരു പത്തിരി ഇവിടെയുള്ള തിക്നെസ് 1 ആണ്, ഇവിടെയുള്ള തിക്നെസ് 1 ആണ്. പക്ഷെ ഇവിടെയുള്ള തിക്നെസ് എന്താ, 2 അല്ലേ. കാരണം ഒന്നിന്റെ മുകളിൽ 1 എന്നുള്ള രീതിയിൽ ഇങ്ങനെ തിക്നെസ് ഒന്നിന്റെ മുകളിൽ 1 ആയിട്ട് വെക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് തിക്നെസ് കൂടൂലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഇതിലുള്ള ഫുള്ളുള്ള ഭാഗമാണ് എടുക്കുന്നത്. പക്ഷെ എല്ലാത്തിന്റെ തിക്നെസ് എന്ത് ചെയ്യണം, സെയിം ആവണം. ഇവിടെ തിക്നെസ് 2 ആയി എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ രണ്ട് പ്രാവശ്യം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പൊ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ചെയ്യുമ്പോൾ ഇവിടെ തിക്നെസ് കൂടും. അപ്പൊ ഈ തിക്നെസ് ഈ കൂടിയ ഭാഗം ഉണ്ടല്ലോ, അതായത് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള പോർഷൻ, ആ ഒരു പോർഷൻ ചെയ്യുന്നത് കീറിക്കളയണം. കീറിക്കളയാന്ന് പറയുമ്പോൾ മൈനസ് ചെയ്യാം എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അങ്ങനെ ആലോചിച്ച് വെക്കുക. അതായത് വെൻ ഡയഗ്രം വെച്ചിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ജസ്റ്റ് ഞാനത് സാധാരണ നമ്മൾ പ്രാക്ടിക്കലി ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. ഇനി ഇതിലുള്ള ഒരു നോട്ട്, if A and B are disjoint, A എന്നുള്ള സെറ്റും ബി എന്നുള്ള സെറ്റും ഡിസ്ജോയിന്റ് ആണെങ്കിൽ then എന്താണ് സംഭവിക്കുക? ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എ ഇന്റർസെക്ഷൻ ബി എന്താ, 5 ആണെന്ന്. എ ഇന്റർസെക്ഷൻ ബി 5 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ, 0. 5 എന്ന് പറയുമ്പോൾ ആരുമില്ലാത്തൊരു സെറ്റിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്, 0 നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലയിലുള്ള എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഉണ്ടല്ലോ, അത് 0 ആയി കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി എന്താണ് വരിക, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി എന്ന് വരും. ഇങ്ങനെയാണ് വരുന്നത്. അത് നമ്മള് വെൻ ഡയഗ്രം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ എ എന്നുള്ള സർക്കിള് ബി എന്നുള്ള സർക്കിള്, ഇത് രണ്ടും ഇങ്ങനെ വെക്കുന്ന സമയത്ത് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയും ബി ഉള്ള ഫുള്ള് ഭാഗത്തിനെ പറയുന്ന പേരാണ് എ യൂണിയൻ ബി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തിക്നെസ് ഇതേപോലെ രണ്ട് പത്തിന് ഇങ്ങനെ വെക്കുന്ന സമയത്ത് തിക്നെസ് കൂടിയ പോലെ ഉണ്ടാവുമോ? അത് ഇല്ല. അതായത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. എല്ലാത്തിന്റെയും രണ്ടിന്റെ തിക്നെസ് സെയിം ആയിരിക്കും എ യൂണിയൻ ബി ചെയ്താൽ കിട്ടുന്ന. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് റിസൾട്ട് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്തത് സെക്കൻഡ് റിസൾട്ട്. ഇത് എൻ ഓഫ് എ യൂണിയൻ ബി അല്ലേ പഠിച്ചത്. ഇനി 3 സെറ്റുകൾ വരുന്ന സമയത്ത് എങ്ങനെയാ ചെയ്യാന്നുള്ള, എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി അതെങ്ങനെ കാണാന്നുള്ളതാണ് പറയുന്നത്. എടാ ഞാൻ ഏതായാലും ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാവാൻ കേട്ടോ അത് ഞാൻ ചെയ്യണത്. ഇത് എ എന്നുള്ള സെറ്റ്, ഇത് ബി എന്നുള്ള സെറ്റ്, ഇത് സി എന്നുള്ള സെറ്റ്. എ ബി സി. അങ്ങനെയാണെങ്കിൽ ഈ എ എന്നുള്ള സർക്കിൾ ഒരു 3 പത്തിരികളായി കൺസിഡർ ചെയ്യാം. ഇവിടെ തിക്നെസ് 1, ഇവിടെ തിക്നെസ് 1, ഇവിടെ തിക്നെസ് 1. ഇവിടെ തിക്നെസ് എന്തായിരിക്കും, 2 ആയിരിക്കും. കാരണം എ എന്നുള്ളതും ബി എന്നുള്ള 2 പത്തിരികളുള്ള തിക്നെസ് ആണ് തിക്നെസ് 2. അതേപോലെ ഇവിടെ തിക്നെസ് 2 ആയിരിക്കും, ഇവിടെ തിക്നെസ് 2 ആയിരിക്കും, ഇവിടെ തിക്നെസ് എന്താ 3 ആയിരിക്കും. കാരണം 3 സർക്കിളിന്റെ പോർഷൻ ഇവിടെ വരുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ എല്ലാത്തിന്റെയും തിക്നെസ് 1 ആക്കലാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ഇതിനെനിക്ക് n ഓഫ് a പ്ലസ് n ഓഫ് b പ്ലസ് n ഓഫ് c ഇങ്ങനെ മാത്രം എഴുതി കഴിഞ്ഞാൽ അത് തെറ്റല്ലേ? കാരണം തിക്നെസ് സെയിം അല്ല. അപ്പൊ തിക്നെസ് സെയിം ആക്കണം. തിക്നെസ് സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് അറിയോ? നമുക്ക് എപ്പോഴും പറയാൻ എളുപ്പം ഏതാ? ഇപ്പോ ഇത് ഈ ഒരു പോർഷൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഒരു പോർഷനെ കീറിക്കളയാ, ഈ ഒരു പോർഷനെ കീറിക്കളയാ, ഈ ഒരു പോർഷനെ കീറിക്കളയാ, ഇതിന് 2 പ്രാവശ്യം കീറിക്കളയാ. ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ എപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് ഏതാണെന്നറിയോ? ഈ ഒരു ഭാഗമല്ല, ഈ ഒരു ഭാഗം മുഴുവനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഏതാ ഈ ഒരു ഭാഗം? ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്താ? എ എന്നുള്ള സെറ്റിന്റെയും ബി എന്നുള്ള സെറ്റിന്റെയും കോമൺ റീജിയൻ എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി കാണാൻ അറിയില്ലേ നിങ്ങൾക്ക്? അപ്പൊ അത് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്നറിയോ? മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എടാ ഇവിടെ തിക്നെസ് ആദ്യം 2 ആയിരുന്നു, ഇവിടെ 3 ആയിരുന്നു. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള പോർഷൻ കണ്ട് കീറി കളഞ്ഞാൽ ഇവിടെ തിക്നെസ് 1 ആവും. അപ്പൊ അത് റെഡി ആയി. പക്ഷെ ഇവിടെ 3 ഉണ്ടായിരുന്നത് എന്തായിട്ടുണ്ടാവും? 2 ആയിട്ടുണ്ടാവും. ഇനി അടുത്തത് ഞാന് മൈനസ് എൻ ഓഫ് അടുത്തൊരു പോർഷൻ എന്താ? ബി ഇന്റർസെക്ഷൻ സി. ഈ ബിയും സിയും കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ഞാൻ എടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ വരിക? ഈ ഒരു പോർഷൻ മുഴുവനായിട്ടാണ് കീറി കളഞ്ഞാൽ ഇവിടെ ആദ്യം തിക്നെസ് 2 ആയിരുന്നു, അത് 1 ആവും. ഇനി ഇത് കീറി കളഞ്ഞപ്പോ ഇവിടെ 3 ഉള്ളത് 2 ആയിരുന്നു നേരത്തെ ഇത് കീറിയ സമയത്ത്. ഇനി ഇതാണ് കീറി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് തിക്നെസ് എന്താവും? 1 ആവും. ഇവിടുത്തെ തിക്നെസ്സും 1 ആവും, ഇവിടുത്തെ തിക്നെസ്സും 1 ആവും. അപ്പൊ മൈനസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി. ഇനി അടുത്തത് ഈ ഒരു പോർഷനെ ഇവിടെ മാത്രമേ തിക്നെസ് 1 ആയിട്ടുള്ളൂ. ബാക്കിയുള്ളടത്തൊക്കെ തിക്നെസ് ഇപ്പൊ സെയിം 2 ആയിട്ടുള്ളൂ. ബാക്കിയുള്ളടത്തൊക്കെ തിക്നെസ് 1 ആയി. ഇവിടെ മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷെ ഇവിടെ മാത്രമുള്ള ഒരു ഭാഗം എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് പണിയാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? എയും സിയും വരുന്ന ഫുൾ പോർഷൻ, അതായത് എയും സിയും വരുന്ന ഫുൾ പോർഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ തന്നെയല്ലേ? ഈ ഒരു പോർഷൻ അല്ലേ എയും സിയും വരുന്ന പോർഷൻ? ആ ഒരു പോർഷൻ ഒന്നായിട്ടാണ് മൈനസ് ചെയ്തു. നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ മൈനസ് ചെയ്യാണ്. അപ്പൊ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ കിട്ടാൻ എ ഇന്റർസെക്ഷൻ ബി, ബി ഇന്റർസെക്ഷൻ സി, സി ഇന്റർസെക്ഷൻ എങ്ങനെയും പറയട്ടോ, ഏതായാലും നിങ്ങൾ ഇഷ്ടം. അപ്പൊ അങ്ങനെ ഇതണ്ട് പറിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? ഇവിടെ തിക്നെസ് 2 ആയിരുന്നു, ഇവിടെ തിക്നെസ് 1 ആയിരുന്നില്ലേ? അപ്പൊ അതങ്ങോട്ട് പറിക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റ് ആവും, 1 ആവും. ഇവിടെ തിക്നെസ് 1 ഉള്ളതും കൂടി അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ തിക്നെസ് 0, അതായത് ഇവിടെ ഒരു ഹോൾ ഉണ്ടാവൂലേ, ഒരു ഓട്ടം ഉണ്ടാവൂലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഒരു ഹോൾ വന്നു. പക്ഷെ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നിൽക്കുന്ന ഫുള്ള് റീജിയൻ ഷെയ്ഡ് ചെയ്ത ഭാഗം, അതായത് ഇതും കൂടി ഇൻക്ലൂഡഡ് അല്ലേ? അതുകൊണ്ട് ഈ ഒരു പോർഷന്റെ പ്രത്യേകത എന്താ? ഈ ഒരു പോർഷന്റെ ആ ഒരു ഭാഗത്ത് ആ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച കുറച്ച് പൊടിയിൽ നിന്ന് ഇവിടെ കുറച്ചും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അതായത് ഇതിലേക്ക് ആഡ് ചെയ്യണം. നേരത്തെ പറിച്ചു കളയാന്ന് പറയുന്ന സമയത്ത് മൈനസ് ചെയ്യാം. ഇനി അതിൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാൻ, കൂട്ടിച്ചേർക്കാന്ന് പറയുന്ന സമയത്ത് ആഡ് ചെയ്യാം. ഈ ഒരു പോർഷന്റെ പ്രത്യേകത എന്താ? ഈ ഒരു പോർഷന്റെ പ്രത്യേകത ആ എക്കും ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ള ഭാഗമല്ലേ അത്? അതായത് അത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണ്. അതായത് പ്ലസ് ലാസ്റ്റ് എന്ത് ചെയ്യണം? എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇത് ഞാൻ വെറുതെ അതിന്റെ ലോജിക് ഒന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. n of a union b union c is equal to n of a plus n of b plus n of c minus n of a intersection b minus n of b intersection c minus n of c intersection a plus n of a intersection b intersection c. അതായത് ഫോർമുല കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആണ്. അതായത് ഒരു സിമെട്രി ഉണ്ട്. മാത്തമാറ്റിക്സ് ഇസ് സ്റ്റഡി ഓഫ് സിമെട്രി ആണ്. അതിൽ സിമെട്രി ഇല്ലേ നിങ്ങൾക്ക്? എ ബി സി, പിന്നെന്താ എ ബി ബി സി സി എ, ഒരു സൈക്ലിക് ഓർഡർ അല്ലേ? 2 ഉള്ളത്, പിന്നെ 3 ഉള്ളത്. ആദ്യം 1 ഉള്ളത് തമ്മിൽ പ്ലസ് ചെയ്തു, പിന്നെ 2 ഉള്ളതൊക്കെ മൈനസ് ചെയ്തു, പിന്നെ 3 ഉള്ളത് എന്ത് ചെയ്തു? പ്ലസ് ചെയ്തു. ആ രീതിയിലാണ് ഇതിന്റെ ഫോർമുല വരുന്നത്. ഇനി അതിൽ നോട്ടായിട്ട് മനസ്സിലാക്കേണ്ടത്, നോട്ട് if a b and c are disjoint then ഇത് ഡിസ്ജോയിന്റ് ആണെങ്കിൽ, എടാ ഡിസ്ജോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ? തമ്മിൽ ഒരു ബന്ധമില്ലാതെ കിടക്കുകയാണ്. എ എന്നുള്ള സർക്കിൾ ഇവിടെ ആണെങ്കിൽ ബി എന്നുള്ള സർക്കിൾ ഇവിടെ ആയിരിക്കും, സി എന്നുള്ള സർക്കിൾ ഇവിടെ ആയിരിക്കും. എ ബി സി. അപ്പൊ ഇതിന് എല്ലാം കൂടി യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന് കോമൺ റീജിയൻ ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിന്റെയും തിക്നെസ് ഓൾറെഡി സെയിം തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കേസിൽ എന്ത് ചെയ്താൽ മതി? എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി.
ഇത് മൂന്നും കൂടി ഉള്ള നമ്പർ ഓഫ് എലമെന്റ്സ് തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടും. എപ്പോ അത് ഡിസ്ജോയിന്റ് ആണെങ്കിൽ, അപ്പൊ ഡിസ്ജോയിന്റ് ആവുന്ന കേസിൽ ഇയാള് 0 ആവും, ഇതിൽ കോമൺ റീജിയൻ ഇല്ല, ഇയാള് 0 ആവും, ഇയാള് 0 ആവും, ഇയാളും 0 ആവും. അതുകൊണ്ടാണ് ഈ മൂന്നെണ്ണത്തിന് സം മാത്രം വരാൻ കാരണം. ഈ രണ്ട് ഫോർമുലാസ് ആണ് മെയിൻ ആയിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. ഇനി ഞാൻ മൂന്നാമത് പറയാൻ പോകുന്ന റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യല്ല, അത് ആ വെൻ ഡയഗ്രത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഇനി തേർഡ് പ്രോപ്പർട്ടി, ആദ്യം വെൻ ഡയഗ്രം ഒന്ന് മനസ്സിലാക്കുക. ഇത് എ എന്നുള്ള സർക്കിള്, ഇത് ബി എന്നുള്ള സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ റീജിയൻ അല്ലേ സാധാരണ നിങ്ങൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം എന്താണ്? ഈ ഭാഗം എ എന്നുള്ള സർക്കിളിൽ നിന്ന് ബിയുടെ പോർഷൻ ഒഴിവാക്കിയ ഈ ഭാഗത്തെയാണ് നിങ്ങൾ എ മൈനസ് ബി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭാഗത്തെയാണ് നിങ്ങൾ ബി മൈനസ് എ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എൻ ഓഫ് റിസൾട്ടുകൾ പല രീതിയിൽ ഉണ്ടാക്കാം. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ, എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ദും പെട്ട ഭാഗമല്ലേ, അപ്പൊ അത് ചെയ്താൽ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി എ മൈനസ് ബി പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി മൈനസ് എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇങ്ങനെ ചെയ്താൽ മതി. ബൈ ഹാർട്ട് ചെയ്യേണ്ട, ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി അതേപോലെ നിങ്ങളോട് ചോദിച്ചു നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ചോദിച്ചു, അതിന് എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാം? എ എന്നുള്ള സർക്കിൾ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബിയും എ ഇന്റർസെക്ഷൻ ബിയും കൂടി ചേർന്നതല്ലേ. അങ്ങനെയെങ്കിൽ ഇതിനെങ്ങനെ പറയാന്നറിയോ? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ മൈനസ് ബി പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി ഇതുപോലെ തന്നെ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ? അത് ബി മൈനസ് എയും എ ഇന്റർസെക്ഷൻ ബിയും കൂടി ചേർന്നതല്ലേ. അപ്പൊ അതിനെ എങ്ങനെ വിളിക്കാന്നറിയോ? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി മൈനസ് എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇങ്ങനെയുള്ള റിസൾട്ട് ആണ് തേർഡ് സെറ്റ് റിസൾട്ടുകളായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ വെണ്ടയിൽ നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതോടുകൂടി സെറ്റ്സിന്റെ തിയറി കംപ്ലീറ്റ് ആയി. ഇനി ഇതിനെ ബേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ്. ക്വസ്റ്റ്യൻ നമ്പർ 18 പറയുന്നത്, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എക്സ് യൂണിയൻ വൈ ഹാസ് 50 elements, x has 28 elements, y has 32 elements, how many elements does in x intersection y? പറയുന്നത് ഇത്ര മാത്രമാണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എക്സ് യൂണിയൻ വൈ, എക്സ് യൂണിയൻ വൈയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്? 50 എലമെന്റ്സ്. അതേപോലെ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എക്സ് എന്താ? 28. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് വൈ എന്താ? 32. അങ്ങനെയെങ്കിൽ നിങ്ങളോട് കാണാൻ പറഞ്ഞത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ് കാണാൻ പറഞ്ഞത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയുന്ന ഒരു ഫോർമുല ഉണ്ട്, അതായത് എൻ ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല നമുക്കറിയാം. അത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ്. അതിന് പകരം ഇവിടെ എക്സ് യൂണിയൻ വൈ ആണെന്ന് മാത്രം, എക്ക് പകരം എക്സും ബിക്ക് പകരം വൈയും. അങ്ങനെയെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുല എങ്ങനെ വരിക? എൻ ഓഫ് എക്സ് യൂണിയൻ വൈ എന്ന് പറഞ്ഞാൽ അത് എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ്. നിങ്ങൾക്ക് കാണേണ്ടത് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ അല്ലേ കാണേണ്ടത്? ബാക്കിയൊക്കെ അറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇയാളെ ഞാൻ ഇപ്പുറത്തേക്കും ഇയാൾ അപ്പുറത്തേക്കും ഉണ്ടായി. മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ വിച്ച് ഈസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ എന്ന് വരും. എടാ എൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് 28 ആണ്. 28 പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ അത് 32 ആണ്. മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എക്സ് യൂണിയൻ വൈ എന്ന് പറഞ്ഞാലോ അത് 50 ആണ്. അങ്ങനെയെങ്കിൽ ഇത് തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് വരും? 28 plus 32 16. 60 minus 50 ആൻസർ become 10. ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. 19th ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻ എ സ്കൂൾ 20 teachers who teach mathematics or physics. Of these 12 teach mathematics and 4 teach both physics and mathematics. How many teach physics? ഇവിടെ പറയുന്നത് 20 teachers who teach mathematics or physics.
ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഓർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂണിയൻ എന്ന് മനസ്സിലാക്കുക. മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ് ആയി ഒന്നുകിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഏതെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതി എന്ന്. അതായത് ഇവിടെ പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ് ഇവിടെ തന്നത് എന്താ എം യൂണിയൻ പി വിച്ച് ഈസ് ഈക്വൽ ടു 20. അതുപോലെ തന്നെ തന്ന അടുത്ത ഡാറ്റ ഓഫ് ദീസ് 12 ടീച്ച് മാത്തമാറ്റിക്സ് നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഹു ടീച്ച് മാത്തമാറ്റിക്സ് എന്താ 12. പിന്നെ 4 ടീച്ച് ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്താണ് ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ഇന്റർസെക്ഷൻ എന്ന് വിളിച്ചിട്ടില്ലേ, അതായത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എങ്ങനെ എഴുതാം എം ഇന്റർസെക്ഷൻ പി എന്ന് എഴുതാം മാത്സ് ആൻഡ് ഫിസിക്സ് അത് എത്ര 4. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് ഹൗ മെനി ഓഫ് ദീസ് ടീച്ച് ഫിസിക്സ് എന്നാണ് ചോദിക്കുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് അറിയുന്നതാണ് n ഓഫ് m യൂണിയൻ p എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ n ഓഫ് m പ്ലസ് n ഓഫ് p മൈനസ് n ഓഫ് m ഇന്റർസെക്ഷൻ p. ഇതിൽ അറിയാത്തത് n ഓഫ് p മാത്രമാണ്. n ഓഫ് m യൂണിയൻ p എന്താ അത് 20 ആണ് which is equal to n ഓഫ് m എന്താ അത് 12 പ്ലസ് n ഓഫ് p അറിയില്ല മൈനസ് n ഓഫ് m ഇന്റർസെക്ഷൻ p എന്താ അത് 4 ആണ്. അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ 20 is equal to 12 minus 4 എന്താ 8 പ്ലസ് n ഓഫ് p എന്ന് വരും. ഈ പ്ലസ് 8നെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ മൈനസ് 8 ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ n ഓഫ് p 20 മൈനസ് 8 12 ആണ്. അങ്ങനെയാണെങ്കിൽ 12 ടീച്ചേഴ്സ് ഹു ടീച്ച് ഫിസിക്സ് എന്നാണ് ആൻസർ. ഇനിയടാ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഫോർമുല ഉപയോഗിക്കാതെ തന്നെ വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇതേ മോഡൽ തന്നെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായി തോന്നുന്നത് ആ മെത്തേഡ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ ഇതന്നെ വെൻ ഡയഗ്രം വെച്ചിട്ട് ചെയ്യാം കേട്ടോ. എന്നെ ചിന്തിക്കും. ഇവിടെ 2 സർക്കിൾ, ഫസ്റ്റ് സർക്കിൾ മാത്സ് മറ്റേ സർക്കിൾ ഫിസിക്സ്. വെൻ ഡയഗ്രത്തിൽ ഇങ്ങനെ അടയാളപ്പെടുത്തും. ആദ്യം അടയാളപ്പെടുത്തേണ്ടത് ഇന്റർസെക്ഷൻ ഏറ്റവും ഉള്ളിലുള്ളത് എന്താ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. ഏതാ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് എത്ര 4. രണ്ടും കൂടി പഠിക്കുന്നത് 4. ഇനി പറയുന്നത് മാത്സ് പഠിക്കുന്നവരുടെ എണ്ണം എത്രയാണ് 12. മാത്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഈ എം എന്നുള്ള സർക്കിളിൽ വരുന്ന ആൾക്കാരുടെ ടോട്ടൽ എണ്ണം 12 ആണ്. പക്ഷെ ഈ എം എന്നുള്ള സർക്കിളിന്റെ ഉള്ളിൽ വരുന്ന ടോട്ടൽ എണ്ണാണ് 12. പക്ഷെ ഈ 4 ഇവിടെ ഓൾറെഡി എഴുതി. പിന്നെ ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ 8 അല്ലേ ഉണ്ടാവുള്ളൂ. അത് ഇവിടെ 8 ആയാലല്ലേ ഈ എം എന്നുള്ള സർക്കിളിന്റെ ഉള്ളിൽ ടോട്ടൽ വരുന്ന ആൾക്കാരുടെ എണ്ണം 12 ആകാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 8 ഇവിടെ 4. ഇനി നമ്മോട് പറയുന്നുണ്ട് ഇതിന്റെ എം യൂണിയൻ പി 20 ആണ്. അതായത് ഇത് മൂന്നും കൂടി 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവുക എന്ത് കുറക്കാം 20യിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി 8 പ്ലസ് 4 കുറച്ചാൽ മതി. ഇതല്ലേ ഉണ്ടാവുക എത്ര 8 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 12. 20 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 8. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഹു ടീച്ച് ഫിസിക്സ് ഓൺലി എത്ര 8. ഇനി നിങ്ങളോട് ചോദിക്കുന്ന നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഹു ടീച്ച് ഫിസിക്സ് ആണ്. ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഈ സർക്കിൾ മുഴുവനായിട്ട് വരൂലേ. അങ്ങനെയാണെങ്കിൽ 4 പ്ലസ് 8 ആൻസർ 4 പ്ലസ് 8 ആൻസർ ബിക്കം 12. എടാ വളരെ സിമ്പിൾ ആയിട്ട് ഇത് കാണാൻ കഴിയും. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാം വെൻ ഡയഗ്രം. എന്താ കാരണം എന്നറിയോ? ഇവിടെ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഹു ടീച്ച് ഫിസിക്സ് ആയപ്പോ നിങ്ങൾക്ക് 8 പ്ലസ് 4 ചോദിച്ചു. ഇനി നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഹു ടീച്ച് ഫിസിക്സ് ഓൺലി ഫിസിക്സ് മാത്രം പഠിപ്പിക്കുന്നവരുടെ എണ്ണം എത്രയാണ് അത് 8. ഈ ഭാഗത്ത് മാത്സ് മാത്രം പഠിപ്പിക്കുന്നവരോ 8. മാത്സും ഫിസിക്സും പഠിപ്പിക്കുന്നവരോ 4. ഇനി മാത്സ് പഠിപ്പിക്കുന്നവരോ ഈ സർക്കിൾ ഫുള്ള് 8 പ്ലസ് 4. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും സിമ്പിൾ ആയിട്ട് വെൻ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒറ്റ വെൻ ഡയഗ്രം വെച്ചാൽ മതി. ഇനി എത്ര ക്വസ്റ്റ്യൻ അതുമായി റിലേറ്റഡ് ആയി ചോദിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. അതാണ് വെൻ ഡയഗ്രത്തിന്റെ പ്രത്യേകത. അടുത്തത് 20th ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ എ സർവേ ഓഫ് 400 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ 100 സ്റ്റുഡൻസ് listed as taking apple juice, 150 taking orange juice and 75 listed as taking both apple as well as orange juice. Find how many students were taking neither apple nor orange juice. അതായത് ഒരു സ്കൂളില് 400 കുട്ടികളുള്ള ഒരു സ്കൂളുണ്ട്. ആ സ്കൂളില് ഒരു സർവേ നടത്തിയപ്പോൾ അതില് 1000 കുട്ടികള് ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നവരാണ്, 150 വിദ്യാർത്ഥികള് ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നവരാണ്, 75 വിദ്യാർത്ഥികള് 2 ജ്യൂസും കുടിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചത് ഈ സ്കൂളില്
ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും രണ്ടും കുടിക്കാത്തവരുടെ എണ്ണാണ് ചോദിച്ചത്. എടാ ഞാൻ നേരെ വെണ്ടേകരത്തിലേക്ക് കിടക്കട്ടോ. അപ്പൊ ഇതാണ് സ്കൂളാണ് ഇവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എന്താ 400. ആകെ 400 കുട്ടികളാണ് ഉള്ളതെന്നല്ലേ പറയുന്നത്. ഇനി അതില് ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നവരുണ്ട്, ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നവരുണ്ട്. എപ്പോഴും ഉള്ളിന്ന് തുടങ്ങാം. രണ്ടും കുടിക്കുന്നവരുടെ എണ്ണം എത്ര? 75 അല്ലേ. 75 listed as taking both apple as well as orange juice. അപ്പൊ ഇവിടെ ഞാൻ 75 എഴുതി. ഇനി ക്വസ്റ്റ്യനിൽ പറയണ എന്താ? 100 students were taking apple juice. ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നവരുടെ ടോട്ടൽ എണ്ണം 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആപ്പിൾ ജ്യൂസ് എന്നുള്ള എന്നുള്ള സർക്കിൾ ഫുൾ ആയിട്ട് 100 ആണ് വരിക. 75 ഇവിടെ ഓൾറെഡി വന്നു. പിന്നെ ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? 25. ഇനി ഓറഞ്ച് ജ്യൂസ് 150 ടേക്കിംഗ് ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്ന ആകെ എണ്ണം 150 ആണ്. അപ്പൊ ഈ ഓറഞ്ച് ജ്യൂസ് എന്നുള്ള സർക്കിളിന്റെ ഉള്ളിൽ 150 സ്റ്റുഡൻസ് വരണം. പക്ഷെ ഇവിടെ 75 ഓൾറെഡി എഴുതി. പിന്നെ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? 75. അപ്പോഴല്ലേ ഈ സർക്കിളിന്റെ ഉള്ളിൽ ടോട്ടൽ 150 ആവുക. ഇനി ഇതിന്റെ പുറത്ത് നിൽക്കുന്ന റീജിയൻ ഉണ്ടല്ലോ, അതെന്താ? അത് ആപ്പിൾ ജ്യൂസും അല്ല ഓറഞ്ച് ജ്യൂസും അല്ല, രണ്ടിനും പുറത്തുള്ളത്. അതാണ് നമ്മോട് ചോദിച്ചത്. നൈദർ ആപ്പിൾ നോർ ഓറഞ്ച് ജ്യൂസ്. അതായത് അതെങ്ങനെ എഴുതാം? അതായത് ഒന്നുകിൽ ഇങ്ങനെ വേർഡ്സിൽ എഴുതാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടേക്കിംഗ് നൈദർ ആപ്പിൾ നോർ ഓറഞ്ച് ജ്യൂസ്. അങ്ങനെയാണെങ്കിൽ എന്താ? മൊത്തം 400 സ്റ്റുഡൻസ് ആണുള്ളത്. ആ 400 സ്റ്റുഡൻസിൽ ഇത്രയും സ്റ്റുഡൻസ് ഇങ്ങനെ കുടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതിന് പുറത്തുള്ളത് കൂട്ടാൻ 400 ഇതിന്റെ സമ്മ കുറച്ചാൽ പോരെ. അപ്പൊ 400 മൈനസ് 25 പ്ലസ് 75 പ്ലസ് 75. That is 400 minus 25 plus 75 become 100. 100 plus 75 175. That is answer become 225. അതായത് 225 students were taking neither apple nor. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഫോർമുല വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. അതായത് ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ എഴുതാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് 400 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? 400. പിന്നെ 100 സ്റ്റുഡൻസ് ലിസ്റ്റഡ് ആസ് ടേക്കിംഗ് ആപ്പിൾ ജ്യൂസ്. അതായത് n ഓഫ് a എന്ന് പറഞ്ഞാൽ അത് 100. പിന്നെ നമ്പർ 150 സ്റ്റുഡൻസ് ടേക്ക് ഓറഞ്ച് ജ്യൂസ്. അപ്പൊ n ഓഫ് o എന്ന് പറഞ്ഞാൽ 150. പിന്നെ 75 ലിസ്റ്റഡ് ആസ് ടേക്കിംഗ് ബോത്ത് ആപ്പിൾ ആസ് വെൽ ആസ് ഓറഞ്ച്. രണ്ടും കുടിക്കുന്ന പോലെ. അതെന്താ? a ഇന്റർസെക്ഷൻ o. അതെന്താ? 75. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞ എന്താണ്? ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും രണ്ടും കുടിക്കാത്തവരുടെ എണ്ണാണ് ചോദിച്ചത്. അതോടെ നിൽക്കട്ടെ. ഇനി അതായത് ഞാൻ വെറുതെ n ഓഫ് എയും n ഓഫ് ബിയും n ഓഫ് a ഇന്റർസെക്ഷൻ ബിയും അറിയുന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഏതാ? n ഓഫ് a യൂണിയൻ ബി അല്ലേ കാണാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ n ഓഫ് a അറിയാം, n ഓഫ് o അറിയാം, n ഓഫ് a ഇന്റർസെക്ഷൻ o അറിയാം. അങ്ങനെയാണെങ്കിൽ n ഓഫ് a യൂണിയൻ o എങ്ങനെ കാണാം? n ഓഫ് a പ്ലസ് n ഓഫ് b അല്ല n ഓഫ് o മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ o ചെയ്താൽ മതി. n ഓഫ് a യുടെ വാല്യൂ എന്താ? അത് 100 ആണ്. പ്ലസ് n ഓഫ് o യുടെ വാല്യൂ എന്താ? അത് 150 ആണ്. മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ o എന്താ? 75 ആണ്. ചെയ്താല് 100 മൈനസ് 75 25 ആണ്. 150 പ്ലസ് 25 എന്താ? 175 ആണ് ആൻസർ കിട്ടുക. റെഡി അല്ലേ? അപ്പൊ n ഓഫ് a യൂണിയൻ o എന്ന് പറയുമ്പോ 175 ആണ്. ഇനി നമ്മോട് ചോദിച്ചത് എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് വേർ ടേക്കിംഗ് നൈദർ ഓറഞ്ച് നോർ ആപ്പിൾ ജ്യൂസ്. അതിങ്ങനെ വേർഡ്സിൽ എഴുതുന്നതിന് പകരം എങ്ങനെ എഴുതാന്നറിയോ? ഇങ്ങനെ എഴുതാം. നൈദർ ആപ്പിള് കുടിക്കുന്നവര് a ആണെങ്കിൽ കുടിക്കാത്തവര് a കോംപ്ലിമെന്റ് ആവൂലേ? അപ്പൊ n ഓഫ് a കോംപ്ലിമെന്റ്. നോർ ഓറഞ്ച് ജ്യൂസ്, നൈദർ ആപ്പിൾ നോർ ഓറഞ്ച് ജ്യൂസ്. ഈ നോർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ എന്താ? ആപ്പിൾ ജ്യൂസും കുടിക്കൂല ആൻഡ് ഓറഞ്ച് ജ്യൂസും കുടിക്കൂല. അവിടെ ആൻഡ് എന്നുള്ള ഒരു മീനിങ് അല്ലേ വരുന്നത്? ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ. ഇനി ഓറഞ്ച് ജ്യൂസും കുടിക്കൂല എന്ന് പറയുമ്പോൾ o ഡാഷ്. ഇങ്ങനെയാണ് നൈദർ ആപ്പിൾ നോർ ഓറഞ്ച് ജ്യൂസ്. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് കാണേണ്ടത്. എടാ നമുക്കറിയുന്ന ഡിമോർഗൻസ് ലോ
ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഡിമോർഗൻസ് ലോയിൽ പഠിച്ച ഒരു കാര്യമുണ്ട്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പഠിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, അപ്പൊ നേരെ തിരിച്ചു പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താ? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് അല്ലേ? അപ്പൊ അത് പ്രകാരം ഇവിടെ നോക്ക്, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന് വരെ ഓ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? എൻ ഓഫ് എ യൂണിയൻ ഓ, അതിന്റെ ഓൾ കോംപ്ലിമെന്റ് എഴുതാം. പിന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, എൻ ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് യു മൈനസ് എ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എ കോംപ്ലിമെന്റ് എന്താ? അത് എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ എന്ന് പറയുന്നത്. എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ എന്ന് വരും. അങ്ങനെയെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ഓ ഓൾ കോംപ്ലിമെന്റ് എന്താ? അത് എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ യൂണിയൻ ഓ എന്നാ വരിക. എൻ ഓഫ് യു എന്ന് പറഞ്ഞാൽ എന്താ? അത് 400 അല്ലേ? ടോട്ടലി 400 സ്റ്റുഡൻസ് ഉണ്ട്. മൈനസ് എൻ ഓഫ് എ യൂണിയൻ ഓ എന്ന് പറഞ്ഞാലോ അത് 175 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 400 മൈനസ് 175 ബിക്കം 225 എന്നാണ് ആൻസർ കിട്ടുക. കണ്ടോ? നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെയാണ് ഇവിടെയും കിട്ടുക, പക്ഷെ അത് കുറച്ച് ലെങ്തി ആണെന്ന് മാത്രം. അപ്പൊ ഏറ്റവും സിമ്പിൾ മെത്തേഡ് വെൻ ഡയഗ്രം ആണ്, പക്ഷെ രണ്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 20 വരെ നമ്മൾ പഠിച്ച എല്ലാ പ്രാക്ടിക്കൽ പ്രോബ്ലംസിലും 2 ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ. ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ്, അങ്ങനെ ഏതെങ്കിലും 2 കാര്യങ്ങൾ മാത്രം. ഇനി ഞാൻ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 21-ല് 3 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനുള്ള ഫോർമുല പഠിച്ചു. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ എ പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. കണ്ടോ? അതായത് വെറും ഒരു എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അത്രക്കും ഡാറ്റാസ് വേണം. എൻ ഓഫ് എ അറിയണം, എൻ ഓഫ് ബി അറിയണം, എൻ ഓഫ് സി അറിയണം, എ ഇന്റർസെക്ഷൻ ബി അറിയണം, ബി ഇന്റർസെക്ഷൻ സി അറിയണം, സി ഇന്റർസെക്ഷൻ എ അറിയണം, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി അറിയണം. അങ്ങനെ 7 കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നുള്ള ഒരു 3 സംഗതികൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ അതിലുള്ള ഏത് അടിപൊളി പ്രോബ്ലംസ് ആയിക്കോട്ടെ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ വെൻ ഡയഗ്രത്തിന്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ 3 എണ്ണം വരുന്ന സമയത്ത് ഫോർമുല ഉപയോഗിക്കണേക്കാൾ 100% ഉറപ്പാണ് ഏറ്റവും ഈസി അത് വെൻ ഡയഗ്രം ആയിരിക്കും. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. In a survey of 25 students, it was found that 15 had taken mathematics, 12 had taken physics, 11 had taken chemistry, 5 had taken mathematics and chemistry, 9 had taken mathematics and physics, 4 had taken physics and chemistry, and 3 had taken all the 3 subjects. Find the number of students who had taken. First question, only chemistry, only mathematics, only physics, physics and mathematics but not chemistry, mathematics and chemistry but not physics, physics and chemistry but not mathematics, exactly one of the subjects, exactly 2 of the subjects. അതായത് ഇതിൽ നിന്ന് വരാൻ പറ്റുന്ന എല്ലാ പ്രോബ്ലംസും ഞാൻ ഡെയിലിന്ന് മാത്രം. എടാ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വേറെ ഒരു കാര്യം പറയാൻ പറ്റും. അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ഓറഞ്ച് ജ്യൂസും ആപ്പിൾ ജ്യൂസിനെയും കുറിച്ച് പറഞ്ഞു. നമുക്ക് അതിലോട്ട് കാണാൻ ചോദിച്ചാൽ എന്താ? രണ്ടും കുടിക്കാത്തവരുടെ എണ്ണല്ലേ. ഇനി രണ്ടും കുടിക്കാത്തവരെ കുറിച്ച് ഒന്നും പറയണില്ല എന്ന് എഴുതിക്കോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്യണം അവിടെയുള്ള കുട്ടികൾ ഏതെങ്കിലും ഒരു ജ്യൂസ് നിർബന്ധമായിട്ടും കുടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യണം. ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ജ്യൂസ് എങ്കിലും ഒരു കുട്ടി കുടിക്കും എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യണം, അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ. അതായത് ഒന്നുകിൽ രണ്ടും കുടിക്കാത്തവരുടെ എണ്ണം പറയും, അല്ലെങ്കിൽ രണ്ടും കുടിക്കാത്തവരുടെ എണ്ണം കാണാൻ ചോദിക്കും. ഈ 2 കേസുകൾ വന്നിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരില്ല നിങ്ങൾ അസ്യൂം ചെയ്യണം. ഇപ്പൊ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പോപ്പുലേഷനിൽ ഇപ്പൊ ഞങ്ങളോട് പറയാണ് ഒരു 30 ആൾക്കാരുണ്ട്. അതിൽ ഒരു 20 ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കും, ഒരു 15 ആൾക്കാർ ഹിന്ദി സംസാരിക്കും എന്ന് പറഞ്ഞു. അതിൽ 5 ആൾക്കാർ രണ്ടും സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു കേസിൽ നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ ഞാൻ സംസാരിക്കാത്തവരെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ ആ ക്വസ്റ്റ്യനിൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആ 30 ആൾക്കാർ ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, അത് 2 ഓഫ് ദ ലാംഗ്വേജസ്, അതായത് സംസാരിക്കുന്നവരാണ് നിങ്ങൾ എന്ന് അസ്യൂം ചെയ്യണം. അതായത് 2 സംസാരിക്കാൻ കഴിയാത്തവർ അതിലുണ്ടാവൂല എന്നുള്ള ഒരു അസംഷൻ നിങ്ങൾ എടുക്കണം. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെയും ഒരു 25 സ്റ്റുഡൻസ് ഉണ്ട്.
അതിന് കുറച്ച് ആൾക്കാർ മാത്സ് എടുക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ ഫിസിക്സ്, കുറച്ച് ആൾക്കാർ കെമിസ്ട്രി, കുറച്ച് ആൾക്കാർ അതിങ്ങനെ കമ്പൈൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നും എടുക്കാത്തവരെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എടുക്കാത്തൊരു സ്റ്റുഡന്റ് പോലും ഇല്ല എന്നാണ്. അപ്പൊ ആ രീതിയിൽ അസംഷൻ വരണം. ഇനി ഞാനിതിനെ വെൻ ഡയഗ്രം കോൺസെപ്റ്റ് വെച്ചാണ് ചെയ്യുന്നത്. അവിടെ സിമ്പിളായി ചെയ്യാട്ടോ. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. എപ്പോഴും ഞാൻ തുടങ്ങുന്നത്, നമുക്ക് ഒരുപാട് ഡാറ്റകൾ തന്നിട്ടുണ്ട്, പക്ഷെ തുടങ്ങേണ്ടത് എവിടുന്നാണ്? ഏറ്റവും ഉള്ളിൽ നിന്ന് തുടങ്ങാം. ഉള്ളിൽ നിന്ന് പറയുമ്പോ എന്താ? മാത്സും ഫിസിക്സും കെമിസ്ട്രിയും മൂന്നും കൂടി വരുന്ന ഭാഗമല്ലേ ഇത്. അപ്പൊ ക്വസ്റ്റ്യന്റെ അവസാന ഭാഗത്ത് നിന്ന് മുകൾക്ക് ഇങ്ങനെ പോയാൽ മതി. അതായത് 3 had taken all the 3 subjects. 3 കുട്ടികൾ എല്ലാ സബ്ജക്റ്റും എടുത്തിട്ടുണ്ട്. അതായത് ഇവിടെയുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് 3 ആണ്. ഇനി ഇതിന് തൊട്ട് മുമ്പുള്ള എന്താണ്? 4 had taken physics and chemistry. Physics and chemistry. 4 had taken physics and chemistry. Physics and chemistry. Physics and chemistry എന്നുള്ള ഭാഗം ഏതാ? ഈ ഒരു ഭാഗമല്ല. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്നുള്ള അല്ലെ? ഫിസിക്സ് എന്നുള്ള സർക്കിളും കെമിസ്ട്രി എന്നുള്ള സർക്കിളും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗത്താണ്. ഈ ഒരു ഭാഗം 4 had taken എന്നാ പറയുന്നത്. അപ്പൊ അത് മുഴുവനായിട്ട് 4 ആണ്. പക്ഷെ ഇവിടെ 3 ഓൾറെഡി എഴുതി. പിന്നെ ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? 1. ഇനി അടുത്തതിന് മുമ്പുള്ള പറയുന്നത് 9 had taken mathematics and physics. 9 had taken mathematics and physics. മാത്തമാറ്റിക്സും ഫിസിക്സും കൂടെ 9 ആണ് അല്ലെ? അപ്പൊ മാത്തമാറ്റിക്സും ഫിസിക്സും ഈ 2 സർക്കിളും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗം ഏതാ? ഇത് ഫുള്ളായിട്ടല്ലേ വരിക? ഇത് ഫുള്ളായിട്ടാണ് 9. അങ്ങനെയെങ്കിൽ ഈ ഒരു പോർഷൻ എന്തായിരിക്കും? ഇതും കൂട്ടിയാൽ 9 കിട്ടണം. അപ്പൊ ഈ ഒരു പോർഷൻ എത്ര ഉണ്ടാവുള്ളൂ? 6 എലമെന്റ്സ് ഉണ്ടാവുള്ളൂ. ഇനി അതിന് മുമ്പത്തത് എന്താ? 5 had taken mathematics and chemistry. Mathematics and chemistry അത് രണ്ടും കൂടി 5 ആണ്. മാത്തമാറ്റിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്സും കെമിസ്ട്രിയും കൂടി വരുന്നത്. അത് 5 ആണെന്നാ പറഞ്ഞത്. പക്ഷെ 3 ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുള്ളൂ? 2 ഉണ്ടാവുള്ളൂ. ഇനി അത് 11 had taken chemistry. കെമിസ്ട്രി 11. അതായത് കെമിസ്ട്രി എന്നുള്ള സർക്കിൾ ഉണ്ടല്ലോ, ഇത് ഫുള്ളായിട്ട് 11 ആണ്. പക്ഷെ അത് ഇവിടെ 11 എഴുതാൻ പറ്റുമോ? ഇത് ഫുള്ളായിട്ടാണ് 11. അപ്പൊ ഇത് എത്രയാണ്? 2 + 3 5. 5 + 1 6. അപ്പൊ ഇവിടെ എത്ര ഉണ്ടാവുക? 11 - 6 അത് എത്ര? 5. ഇനി അടുത്തത് 12 had taken physics. ഫിസിക്സ് എന്നുള്ള സർക്കിൾ മുഴുവനായിട്ട് 12 ആണ്. അങ്ങനെയെങ്കിൽ ഈ പോർഷൻ എത്ര ആയിരിക്കും? ഇത് 6 + 3 9. 9 + 1 10. ഇവിടെ എത്ര? മൊത്തം 12 ആണ്. അപ്പൊ പിന്നെ ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? 2 മാത്രമേ ഉണ്ടാവൂ. ഇനി ആദ്യത്തെ ഡയലോഗ് 15 had taken mathematics. ഇതില് മാത്സ് എന്നുള്ള സർക്കിൾ മുഴുവനായിട്ട് 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോർഷൻ എത്ര വരിക? 6 + 3 9. 9 + 2 എന്താ? 11. അപ്പൊ മൊത്തം 15 ആണെങ്കിൽ 15 - 11 എന്ന് പറയുമ്പോൾ അത് 4 ആയിരിക്കും. ഈ രീതിയിലാണ് അതിലുള്ള എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇനി ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ സംഗതി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിന് ഏത് കടുകട്ടി ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങളോട് ചോദിക്കാണ് ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഹാഡ് ടേക്കൺ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഓൺലി കെമിസ്ട്രി. ഓൺലി കെമിസ്ട്രി എടുക്കുന്ന നമ്പർ ഓഫ് എലമെന്റ്സ്. ഓൺലി കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? കെമിസ്ട്രി. ഓൺലി കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കെമിസ്ട്രി ഉള്ള ഫുള്ള് സർക്കിൾ അല്ല. ഓൺലി കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കെമിസ്ട്രി മാത്രം. ഈ ഒരു പോർഷൻ എന്താ? ഈ ഒരു പോർഷന്റെ പ്രത്യേകത എന്താ? ഫിസിക്സും കെമിസ്ട്രി എന്നാണ് ഈ പോർഷന്റെ പ്രത്യേകത. ഈ പോർഷന്റെ പ്രത്യേകത എന്താ? ഫിസിക്സും കെമിസ്ട്രി മാത്സും മൂന്നും കൂടി പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷെ കെമിസ്ട്രി മാത്രം എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ ഉണ്ടാവുള്ളൂ. അതിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 5. വേണ്ട. ഇനി ഓൺലി മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് മാത്രം അത് തന്നെ 4. ഇനി ഓൺലി ഫിസിക്സ്. ഫിസിക്സ് മാത്രം അത്രയാണ് 2. കണ്ടോ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടേ. ഇനി അടുത്തിട്ടോ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ബട്ട് നോട്ട് കെമിസ്ട്രി. ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ബട്ട് നോട്ട് കെമിസ്ട്രി. ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ് എന്താ? ഫിസിക്സ് ഇത്, മാത്സ് ഇത്. അപ്പൊ ഈ ഒരു പോർഷൻ ആണ് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ബട്ട് നോട്ട് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് കെമിസ്ട്രിയുടെ സർക്കിൾ ഒഴിവാക്കണം. കെമിസ്ട്രിയുടെ സർക്കിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു സർക്കിൾ അല്ലേ? ഈ ഒരു സർക്കിൾ അല്ലേ? ഈ സർക്കിൾ കൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 6 അല്ലേ ഒഴിവാക്കിയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ 6 ആണ്. അതായത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ബട്ട് നോട്ട് കെമിസ്ട്രി അതിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് 6. ഇനി അടുത്ത് മാത്തമാറ്റിക്സ് ആൻഡ് കെമിസ്ട്രി ബട്ട് നോട്ട് ഫിസിക്സ്. മാത്തമാറ്റിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സ് ആൻഡ് കെമിസ്ട്രി
ഇത്. ബട്ട് നോട്ട് ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഈ സർക്കിൾ ഒഴിവാക്കണം. പിന്നെ 2 അല്ലേ വരിക? ഇതിന് ആൻസർ 2 ആണ്. ഇനി അടുത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ബട്ട് നോട്ട് മാത്തമാറ്റിക്സ്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അല്ലേ? ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ബട്ട് നോട്ട് മാത്തമാറ്റിക്സ് എന്നാൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് 4 വരും. ബട്ട് നോട്ട് മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ 3 ആണ് ഒഴിവാകും. പിന്നെ ഇവിടെ 1 അല്ലേ ഉണ്ടാവുള്ളൂ. ആൻസർ 1 ആണ്. പിന്നെ എക്സാക്ട്ലി വൺ ഓഫ് ദ സബ്ജക്ട്സ്. എക്സാക്ട്ലി ഒരു സബ്ജക്ട് മാത്രം പഠിക്കുന്നവരുടെ എണ്ണം. ഒരു സബ്ജക്ട് മാത്രം പഠിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ മാത്സ് മാത്രം, അല്ലെങ്കിൽ ഫിസിക്സ് മാത്രം, അല്ലെങ്കിൽ കെമിസ്ട്രി മാത്രം. മാത്സ് മാത്രം എത്ര? 4 പ്ലസ് ഫിസിക്സ് മാത്രം എത്ര? 2 പ്ലസ് കെമിസ്ട്രി മാത്രം എത്ര? 5. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു സ്റ്റഡി എക്സാക്ട്ലി വൺ ഓഫ് ദ സബ്ജക്ട്സ് എന്താ? 4 plus 2 6 6 plus 5 11 ആണ്. 11 സ്റ്റുഡൻസ് ആണ്. ഇനി അടുത്ത എക്സാക്ട്ലി 2 ഓഫ് ദ സബ്ജക്ട്സ്. എക്സാക്ട്ലി 2 സബ്ജക്ട്. അതാരാ? ഈ 3 എന്താ? ഫിസിക്സും കെമിസ്ട്രി മാത്സും 3 കൂടി പഠിക്കുന്നവരാണ് 3. ഈ 6ഓ മാത്സും ഫിസിക്സും എക്സാക്ട്ലി 2 ഒന്ന് 6. പിന്നെ ഏതാ? മാത്സും കെമിസ്ട്രി മാത്രം പഠിക്കുന്നവര് 2. പിന്നെ ഇവിടെ ഫിസിക്സും കെമിസ്ട്രി മാത്രം പഠിക്കുന്നത്. ഇതാണ് എക്സാക്ട്ലി 2 ഓഫ് ദ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏതാ വരിക? 6 പ്ലസ് 2 പ്ലസ് 1. ആൻസർ എത്ര? 9. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോ 3 ഡാറ്റാസ് തരുന്ന സമയത്ത് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി. ഇനിയും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ഇവിടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് പകരം ഹോക്കി, ബാസ്കറ്റ് ബോൾ, ക്രിക്കറ്റ് അങ്ങനെ 3 പിന്നെ ഗെയിംസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ ഏത് കടുകട്ടി ക്വസ്റ്റ്യൻ വന്നാലും വളരെ സിമ്പിളായി ചെയ്യാൻ വെൻ ഡയഗ്രം വരച്ചാൽ മതി. ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ പിന്നെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നൊരു കാര്യം, ഈ വെൻ ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ മാർക്ക് ചെയ്യലേതാ? ഏറ്റവും ഉള്ളിലുള്ള ഇന്റർസെക്റ്റിംഗ് പോർഷൻ അല്ലേ? അതിന്റെ നമ്പർ അറിയുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളതിൽ നിന്ന് ഇങ്ങനെ മൈനസ് ചെയ്ത് ബാക്കിയുള്ളൊക്കെ നമ്പേഴ്സ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ ചില നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിലെന്തുണ്ടാവില്ല? ആ ഇന്റർസെക്റ്റിംഗ് പോർഷന്റെ നമ്പർ എത്രയെന്ന് തരൂല. അത് ചിലപ്പം കാണാനൊക്കെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം വരാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഫോർമുല വെച്ചിട്ട് അതിൽ നിന്ന് ആ ഇന്റർസെക്റ്റിംഗ് പോർഷൻ കണ്ടെത്തുക, എന്നിട്ട് മറ്റേ പോലെ തന്നെ പ്രൊസീഡ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ ഈ പ്രോബ്ലത്തിൽ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഇന്റർസെക്റ്റിംഗ് പോർഷന്റെ വാല്യൂ അറിയില്ല, അപ്പൊ ആ ഇന്റർസെക്റ്റിംഗ് പോർഷനിലുള്ള നമ്പറിന് എക്സ് എന്ന് കൊടുക്കുക. അതായത് ഇവിടെ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. In a class of 60 students, 23 play hockey, 15 play basketball, 20 play cricket, 7 play hockey and basketball, 5 play cricket and basketball, 4 play hockey and cricket, and 15 students do not play any of these games. എന്താണ്? 15 do not play any of these games. 15 കുട്ടികൾ ഒന്നും കളിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ കളിക്കാത്തവരുണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലോ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ സ്റ്റുഡൻസും കളിക്കുന്നവരാണ് മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 15 കുട്ടികൾ ഒന്നും കളിക്കൂലാണ്. എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്ന കാര്യം, ഫൈൻഡ് ദ ഫോളോവിങ്. ഹൗ മെനി പ്ലേ all the 3 games? How many play basketball only? How many play hockey only? How many play cricket only? How many play exactly one of the games? How many play exactly 2 of the games? ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പോലെ തന്നെ 3 സർക്കിൾ, ഇതാണ് അതിന്റെ യൂണിവേഴ്സിറ്റി സെറ്റ്. എത്രയാണ് ഇതിന്റെ? ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ്. ഈ ക്ലാസ്സിലുള്ള ടോട്ടൽ കുട്ടികളുടെ എണ്ണം 60 ആണ്. ഇനി ഇവിടെ വിഭാഗങ്ങൾ ഏതൊക്കെ? 20 ഹോക്കി ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട് അല്ലെ? ഹോക്കി, ബാസ്കറ്റ് ബോൾ, ക്രിക്കറ്റ്. നിങ്ങൾ ആദ്യം ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതായത് ഉള്ളിൽ എന്താ ഉള്ളത്? 15 സ്റ്റുഡൻസ് ഡു നോട്ട് പ്ലേ എനി ഓഫ് ദി ഗെയിംസ്. ഒന്നും കളിക്കാത്ത ഒരു 15 ആണ്. അപ്പൊ അത് ഏതാണ് ശരിക്ക്? അത് പുറത്തുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. എന്ത്? 15. ഇനി ഇവിടെ ഉള്ളിലുള്ളത് ഇത് നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പൊ അതിന് നിങ്ങൾ എന്ത് കൊടുക്കുക അറിയോ? തരാത്തതിന് നിങ്ങൾ എക്സ് എന്നാണ് കൊടുക്കുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ അതിന് മുമ്പ് തന്നത് എന്താ? 15 സ്റ്റുഡൻസ് ഡു നോട്ട് പ്ലേ എനി ഓഫ് ദീസ് ഗെയിംസ്. അതിന്റെ മുമ്പ്
ഫോർ പ്ലേ ഹോക്കി ആൻഡ് ക്രിക്കറ്റ്. ഹോക്കി ആൻഡ് ക്രിക്കറ്റ് അല്ലെ, ഹോക്കി ആൻഡ് ക്രിക്കറ്റ്. ഈ ഹോക്കി ആൻഡ് ക്രിക്കറ്റ് ഉള്ളത് 4 ആണ്. ഹോക്കി രണ്ടും കൂടി വരുന്നത് ഹോക്കി ആൻഡ് ക്രിക്കറ്റ് മുഴുവനായിട്ട് വരുന്നത് ഇതാണ് ഹോക്കി ആൻഡ് ക്രിക്കറ്റ്. ഇത് എത്രയാണ്? 4. ഇത് മുഴുവനായിട്ടാണ് 4. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? 4 - x എന്നാ വരിക. ഇനി ഇതുപോലെ തന്നെ 5 പ്ലേ ക്രിക്കറ്റ് ആൻഡ് ബാസ്കറ്റ് ബോൾ. ക്രിക്കറ്റ് ആൻഡ് ബാസ്കറ്റ് ബോൾ ഇത് രണ്ടുമുള്ള ഈ പോർഷൻ ഉണ്ടല്ലോ, ഇത് മുഴുവനായിട്ടാണ് 5. അങ്ങനെയെങ്കിൽ ഈ പോർഷൻ എന്താ വരിക? 5 - x അല്ലേ വരിക. ഇനി 7 പ്ലേ ഹോക്കി ആൻഡ് ബാസ്കറ്റ് ബോൾ. ഹോക്കി ആൻഡ് ബാസ്കറ്റ് ബോൾ ഇത് മുഴുവനായിട്ടാണ്, അതായത് ഈ പോർഷൻ മുഴുവനായിട്ടാണ് 7. അങ്ങനെയെങ്കിൽ ഈ പോർഷൻ എന്താണ്? 7 - x. ഇനി അടുത്തത് 20 പ്ലേ ക്രിക്കറ്റ്. ക്രിക്കറ്റ് എന്നുള്ള സർക്കിൾ മുഴുവനായിട്ടും 20 ആണ്. അങ്ങനെയെങ്കിൽ ഈ പോർഷൻ എന്താ വരിക? 20 ഓഫ് ഇതിന്റെ സമ്മ് 4 - x പ്ലസ് x എന്താ? 4 അല്ലെ. ആ 4 പ്ലസ് 5 - x എന്താ? 9 - x. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ഈ മൂന്നെണ്ണത്തിന്റെയും കൂടി സമ്മ് 9 - x ആണ്. അപ്പൊ 20 ഓഫ് 9 - x ചെയ്താൽ ഈ മൈനസ് ഉള്ളിൽ കയറിയാൽ -9 പ്ലസ് x. 20 - 9 എന്താ? 11 പ്ലസ് x. അപ്പൊ ഇവിടെ ഉള്ള നമ്പർ ഓഫ് എലമെന്റ്സ് 11 പ്ലസ് x ആണ്. ഇനി അടുത്തത് 15 പ്ലേ ബാസ്കറ്റ് ബോൾ. ബാസ്കറ്റ് ബോൾ കളിക്കുന്നവർ 15 ആണ്. അപ്പൊ മൊത്തം 15. അപ്പൊ ഈ ഒരു പോർഷനിൽ മാത്രം എന്താ? 15 ഇതിന്റെ സമ്മ് മൈനസ് ചെയ്യണം. എടാ 7 - x പ്ലസ് x എന്താ? 7. 7 പ്ലസ് 5 - x എന്താ? 12 - x. അപ്പൊ 15 നിന്ന് 12 - x മൈനസ് ചെയ്യാം. ആ മൈനസ് ആണ് ഉള്ളിലേക്ക് കടക്കുമ്പോൾ -12 പ്ലസ് x ആവും. അപ്പൊ 15 - 12 എന്താ? 3 പ്ലസ് x എന്ന് ആൻസർ വരും. ഇനി അടുത്ത് പറയുന്നത് 23 പ്ലേ ഹോക്കി എന്നാണ്. ഹോക്കി കളിക്കുന്ന ടോട്ടൽ ഈ സർക്കിളിലെ ടോട്ടൽ എണ്ണാണെന്ത്? 23. അങ്ങനെയെങ്കിൽ ഈ പോർഷനിൽ മാത്രം വരുന്ന ആൾക്കാരുടെ എണ്ണം എന്തായിരിക്കും? 23 ഓഫ് ഇതിന്റെ സമ്മ്. അവിടെ സമ്മ് ചെയ്താൽ 7 - x പ്ലസ് x എന്താ? 7. 7 പ്ലസ് 4 - x എന്താ? അത് 11 - x. അപ്പൊ 23 ഓഫ് 11 - x. ആ മൈനസ് ഇതിന്റെ ഉള്ളിലേക്കാണ് കയറുന്ന സമയത്ത് -11 പ്ലസ് x എന്ന് വരും. 23 - 11 എന്താണ്? അത് 12 അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ 12 പ്ലസ് x എന്നാണ് വരിക. അപ്പൊ ഇതിലുള്ള ഏകദേശം നമ്പർ ഓഫ് എലമെന്റ്സ് ഒക്കെ എന്ത് ചെയ്തു? കിട്ടി. ഇനി ഇത് ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ അൺനോൺ ആയ x എന്താണെന്ന് അറിയണം. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യം എന്ത്? ഇതിന്റെ ഉള്ളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ എത്രയാണ്? 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും 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 എല്ലാതും ഇതും അടക്കം കൂട്ടിക്കഴിഞ്ഞാൽ 60 കിട്ടുന്നല്ലേ അതിനർത്ഥം. അപ്പോ നമുക്ക് എന്ത് പറയാ? ഇതെല്ലാവരും കൂടി ആഡ് ചെയ്യാം. അതായത് ഒന്ന് x അല്ലെ, x പ്ലസ് പിന്നെ ഇതൊക്കെ കൂടെ ആഡ് ചെയ്യാം. 7 - x പ്ലസ് 5 - x പ്ലസ് 4 - x എന്ത് വരും? 7 പ്ലസ് 5 12. 12 പ്ലസ് 4 16. അപ്പോ 16 -x 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 -3x. റെഡി? ഇനി ഇതെല്ലാവരും കൂടി ആഡ് ചെയ്യാം. 12 പ്ലസ് 3 15. 15 പ്ലസ് 11 26. ഇവിടെ x പ്ലസ് x പ്ലസ് x 3x. പിന്നെ പുറത്ത് ഒരു 15 ഉണ്ട്. ഇതെല്ലാതും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 60 കിട്ടണം. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ -3x പ്ലസ് 3x ക്യാൻസൽ ആവും. ഇനി ഇവിടെ ഒരു x മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ x പ്ലസ് 16 പ്ലസ് 26 42. 42 പ്ലസ് 15 57 is equal to 60. And x is equal to 60 minus 57. Answer become 3. അപ്പൊ ഇവിടെ x ന്റെ വാല്യൂ എന്താ? 3. ഈ x എന്ന് പറയുമ്പോൾ എന്താ? എല്ലാ ഗെയിമും കളിക്കുന്നവരുടെ എണ്ണാണ് എന്ത്? x. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചെന്താ? ഹൗ മെനി പ്ലേ all the 3 games. അപ്പോ ഒന്നാമത്തിന്റെ ആൻസർ ഹൗ മെനി പ്ലേ all the 3 games x. അതിന്റെ വാല്യൂ എന്താ? 3. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി പ്ലേ ബാസ്കറ്റ് ബോൾ ഓൺലി. ബാസ്കറ്റ് ബോൾ മാത്രം കളിക്കുന്നവരുടെ എണ്ണം. മാത്രം കളിക്കുന്നവർ ഏതാണ്? ഇതല്ലേ 3 പ്ലസ് x അല്ലേ? ബാസ്കറ്റ് ബോൾ മാത്രം കളിക്കുന്നവര്. അപ്പൊ ഇതിന് ആൻസർ 3 പ്ലസ് x. ദാറ്റ് ഈസ് 3 പ്ലസ് x ന്റെ വാല്യൂ 3 അല്ലേ? ആൻസർ 6 ആവുക.
ഇനി ഇതിലുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി പ്ലേ ഹോക്കി ഓൺലി, ഹോക്കി മാത്രം കളിക്കുന്നവര്, അത് 12+x ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 12+x that is 12+3 ആൻസർ 15 എന്നാണ് വരിക. അറിയില്ലേ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി പ്ലേ ക്രിക്കറ്റ് ഓൺലി, ക്രിക്കറ്റ് മാത്രം ആയതാ 11+x 11+x that is 11+3 answer become 14. Fifth question, how many play exactly one of the games, exactly one of the games, ഒരു ഗെയിം മാത്രം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഹോക്കി മാത്രം, അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ മാത്രം, അല്ലെങ്കിൽ ക്രിക്കറ്റ് മാത്രം, അതെല്ലാതും കൂടി സം ചെയ്താൽ ആൻസർ ആവൂലേ? അത് 12+x പ്ലസ് പിന്നെ ഏതാ 3+x പ്ലസ് 11+x അല്ലെ? ഇപ്പൊ കണ്ട ചെപ്പ് കൂടെ ആഡ് ചെയ്താലും മതി. അതായത് അത് പ്രശ്നമില്ല. അതായത് 11+x-ഉം 12+x-ഉം 3+x-ഉം കണ്ടെത്തുന്നുണ്ട്. ഇത് മൂന്നാണ്ട് ആഡ് ചെയ്താൽ ആൻസർ ആയി. എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ സാധാ പോലെ എന്ത് ചെയ്യാം, ഇങ്ങനെ കണ്ടെത്താം. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 12+3 15, 15+11 15+11 എന്ന് പറയുമ്പോൾ 26 26+3x ആണ്. അതായത് 26+3x എന്ന് പറയുമ്പോൾ 3 × 3 ഇത് 9. 26+9 എന്താ 35 എന്ന് കിട്ടും. 35 സ്റ്റുഡൻസ് പ്ലേസ് എക്സാക്ട്ലി വൺ ഓഫ് ദ ഗെയിംസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹൗ മെനി പ്ലേ എക്സാക്ട്ലി 2 ഓഫ് ദ ഗെയിംസ് എന്നാണ്. ഹൗ മെനി പ്ലേസ് എക്സാക്ട്ലി 2 ഓഫ് ദ ഗെയിംസ്, രണ്ട് ഗെയിമുകൾ അടുപ്പിച്ച് കളി ഒരേപോലെ എക്സാക്ട്ലി 2 ഗെയിംസ് കളിക്കുന്നവരാണ്. എക്സാക്ട്ലി 2 എന്ന് പറഞ്ഞാൽ ഏതാ? അത് ഈ 4-x-ഉം 5-x-ഉം 7-x-ഉം കൂടി കൂടിയതല്ലേ? അതായത് 4-x പ്ലസ് 7-x പ്ലസ് 5-x. 4+7 11, 11+5 എന്താ 16. -x -3x ആണ് അല്ലേ? that is 16 minus 3 × 3 അതായത് 9, അതായത് 7 എന്നാണ് ആൻസർ വരിക. 16 - 9 become 7. ഇതാണ് എക്സാക്ട്ലി 2 ഗെയിംസ് കളിക്കുന്നവരുടെ എണ്ണം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് സെറ്റിൽ ആകെ മനസ്സിലാക്കാനുള്ളത്.